വചനം എത്ര പഠിച്ചാലും തീരത്തില്ല. ഇതിനകത്ത് ഇനിയും ആഴത്തിൽ നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മുത്തുകൾ ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ട്. एक हकीकत कहते हैं वचन की गहराई में हम जितना नीचे जाएंगे उतने ज्यादा से ज्यादा हमें मोतियां मिलेंगे. ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ इसलिए परमेश्वर के बच्चे जब प्रार्थना करेंगे പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. आज के दिन पवित्र आत्मा हमसे बात करेंगे. വചനത്തിന്റെ ഒരു പ്രത്യേകത, वचन की खासियत, കേട്ട കാര്യം രണ്ടാമത് കേട്ടാലും നമുക്ക് ബോറടിക്കത്തില്ല. वचन की खासियत है कि हमने जो सुना हुआ बातें फिर से सुनेगा तो हम बोर नहीं പുതുകി होगा. വരുന്ന മന്നയാണ്. आमीन. वो हर दिन नया होके आने वाला मन्ना है. എന്നും പുതുകി വരുന്ന മന്ന. वो हर दिन नया होके आता है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് ഇന്നും ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടുക്കലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. इसलिए आज भी जीवित वचन के पास हम लोग आए हैं. ജീവിപ്പിക്കാൻ പര്യാപ്തമാണ്. वो हमें जीवित करने के लिए सामर्थ्यशाली है. ജീവിതത്തിൽ വ്യത്യാസം വരുത്തുവാനും സൗഖ്യം നൽകുവാനും ഒക്കെ ദൈവത്തിന്റെ വചനം പര്യാപ്തമാണ്. कि हमारे जीवन में चंगाई देने के लिए, हमें बनाने के लिए परमेश्वर का वचन सामर्थ्यशाली है. ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കണം, ഇന്ന് എന്നോട് സംസാരിക്കണം. इसलिए हर एक जन प्रार्थना करे, परमेश्वर आज मुझसे बातें करे. വാക്കേലും എന്നോട് മിണ്ടണേ അപ്പാ. आमीन. हाले परमेश्वर एक शब्द मुझसे बातें करे. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കുറേ വാക്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ചു. एशिया की किताब से बहुत सारे आयत हमने पढ़े. സിയോൻ പുത്രിയോടുള്ള ചില ഹല്ലേലൂയ വചനങ്ങൾ. सियोन पुत्री से कुछ जो वचन है, സിയോനെ കുറിച്ച് എന്നൊക്കെ വിളിക്കുമ്പോൾ, സിയോൻ പുത്രി എന്നൊക്കെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുമ്പോൾ, सियोन पुत्री बोल के हम जो वचन में देखते हैं, അതിനൊരു പുതിയ നിയമത്തിൽ നമുക്ക് കാണേണ്ട കാഴ്ചപ്പാട് ദൈവസഭ, ദൈവമക്കൾ എന്നാണ്. जब नया नियम हम देखते हैं सियोन पुत्री वो वचन परमेश्वर कलीसिया, परमेश्वर के बच्चे हैं. ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന് വലിയ പരിഗണനയാ കേട്ടോ. कि परमेश्वर के बच्चों के ऊपर परमेश्वर का बहुत बड़ा योजना है. ഹല്ലേലൂയ. ലോകത്തിലുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളാണെങ്കിലും दुनिया में सारे लोग परमेश्वर के बच्चे हैं. അവനെ അനുസരിക്കുന്ന, അവനെ പിൻപറ്റുന്ന അവന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന് സ്പെഷ്യൽ പരിഗണനയുണ്ട്. उसको सम्मान करने वाले, उसका पालन करने वाले, उससे पीछे होने वाले परमेश्वर के बच्चों के उसको खास रहते हैं. ഇവിടെ പറയുന്നു, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല. या कहते हैं सियोन के बारे में चुप ना रहूंगा. ഞാൻ അതിനെ കുറിച്ച് അടങ്ങിയിരിക്കില്ലെന്നാ പറയുന്നത്. मैं उसके बारे में चुप ना रहूंगा कहता ഈ है. വാക്യങ്ങൾ വായിക്കുമ്പോൾ ये जब आयत पढ़ते हैं, അത് വ്യക്തിപരമായിട്ട് നമ്മളോട് പറയുന്ന ദൈവശബ്ദമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. वो हमें समझने में परमेश्वर व्यक्तिगत तौर से हमसे कहने वाली शब्द है. When you read Bible, जब आप वचन पढ़ते हो, ഓരോ വാക്യങ്ങളും हर एक आयत നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണെന്നുള്ള വിശ്വാസത്തോട് വായിക്കണം. हमारे लिए लिखा हुआ आयत है, बल्कि विश्वास के साथ पढ़ना है. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞൊരു കാര്യമാണ്. पासवान ने पिछले हफ्ते कहा तो റോമർക്ക് എഴുതിയ ലേഖനം എന്ന് വായിക്കുമ്പോൾ, रोमर को लिखा हुआ वचन जब पढ़ते हैं, പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, എനിക്ക് അതിനകത്തെ കാര്യം എന്ന് പറയരുത്. आपको ऐसा नहीं बोले रोमियो के लिए, रोमा रूस के लिए लिखा हुआ हमारे लिए क्या है. പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ पौलुस के हर एक लेखन में പൗലോസ് ഇങ്ങനെ പറയുമായിരുന്നു, पौलुस इस प्रकार कहते നിങ്ങളുടെ थे ലേഖനം ഇന്ന സഭയ്ക്കൂടെ വായിക്കാൻ കൊടുക്കണം. कि ये जो चिट्ठी है उस कलीसिया को भी पढ़ने देना. ലവോദിക്കക്കാർക്ക് എഴുതിയതുകൊണ്ട് അത് ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചു വായിക്കണം. बोला लहूदिका को जो लिखा हुआ आप भी लेके पढ़ो. എന്ന് പറഞ്ഞാൽ ലേഖനം ഒരു സഭയുടെ പേർക്ക് എഴുതിയെങ്കിലും इसका मतलब है कि चिट्ठी अगर एक बच्चे कलीसिया के लिए लिखा तो എല്ലാവർക്കും വേണ്ടി എഴുതിയതാണ്. ये सभी लोगों के लिए लिखा है. റോമർക്ക് എഴുതിയ ലേഖനം റോമാക്കാർക്ക് മാത്രമുള്ള ലേഖനമല്ല, रोम के लिए जो लिखा हुआ लेकिन सिर्फ उनके लिए ही नहीं है, മുംബൈക്കാർക്ക് കൂടിയുള്ള ലേഖനമാണ്. वो मुंबई वासियों के लिए भी है. ഹല്ലേലൂയ. അത് എനിക്കും നിനക്കുമുള്ള ലേഖനമാണ്. वो मुझे और आपके लिए भी है. So whenever you read Bible, जब आप वचन पढ़ते हो, അതിനകത്തെ ഓരോ വാക്കുകളും വാഗ്ദത്തങ്ങളും വ്യക്തിപരമായി നമുക്ക് വേണ്ടി എഴുതി എന്നുള്ള വിശ്വാസത്തോട് വായിച്ചാൽ, हर एक आयत, हर एक शब्द हमारे लिए लिखा हो बोल के विश्वास के साथ पढ़िए. ആ വചനത്തിന്റെ വലിയ പവർ, വലിയ ക്രിയ നമ്മുടെ മേൽ നടക്കുവാനിടയായി. उस वचन का बहुत बड़ा सामर्थ और शक्ति हमारे में होगा. 62-ാം അധ്യായം യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങളും വ്യക്തിപരമായി നമ്മളോടുള്ള ദൈവശബ്ദമാണ്. तो ऐशा 62 में जो भी लिखा, हर एक आयत, हर एक शब्द हमारे लिए व्यक्तिगत तौर से लिखा. ജനത്തോട് പറയുകയാണ്, लोगों से कह रहा നിന്റെ है, നീതിയെ ഞാൻ പ്രകാശിപ്പിക്കുവാൻ പോകുകയാണ്. तेरी धार्मिकता को मैं प्रकाशित करूंगा. നിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ വിളങ്ങി വരുവോളം ഹല്ലേലൂയ ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. तेरे उद्धार का जो दिया है वो जल के शोभनों तक मैं तुझे ഈ जलाऊंगा. വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാട്ടെ. ये आयत जब पढ़ते हो आपको कहना है. രണ്ടാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? दूसरा आयत क्या लिखा है? ഒന്ന് വായിച്ചാട്ടെ. സെക്കൻഡ് വേഴ്സ്, സെക്കൻഡ്. അന്യജാതിയാം തെരി ഹല്ലേലൂയ. ആ ഓക്കെ, ആമേൻ. എല്ലാവരും കേട്ടില്ല വാക്യം? എല്ലാവരും ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. वो आयत हर एक फिर से एक बार पढ़िए. ജാതികൾ എൻ്റെ നീതിയെ കാണും. अन्य जाति तेरे धर्म को देखेंगे. ജാതികൾ
എന്റെ നീതിയെ കാണും. कि जाति मेरी धार्मिकता को देखेंगे, ദൈവ മക്കളുടെ നീതിയെ കാണും. परमेश्वर के बच्चों की धार्मिकता को ഞാൻ देखेंगे. വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു, പേഴ്സണലൈസ് ചെയ്ത്. जब मैं पढ़ेंगे तो मुझे इस प्रकार पढ़ने का मन करता है, പേഴ്സണലൈസ് ചെയ്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. व्यक्तिगत तौर पे करते हुए पढ़ेंगे. ജാതികൾ ഫിന്നിയുടെ നീതിയെ കാണും. जातियां रेन्नी का धार्मिकता को देखेंगे. ജാതികൾ ഫിന്നിയുടെ മഹിമയെ കാണും. जातियां रेन्नी का महिमा को देखेगा. കർത്താവ് എനിക്ക് ഒരു പുതിയ പേര് തരും. परमेश्वर मुझे एक नया नाम देगा. എങ്ങനെയുള്ള പേരാണ്? कैसा नाम है? യഹോവയുടെ വാ കൽപ്പിക്കുന്ന ഒരു പേര്. कि परमेश्वर जो मुंह से निकलने वाला एक नाम. മറ്റ് ആളുകൾ നിനക്ക് പേരിടുമായിരിക്കും. कि दूसरे लोग तुझे नाम डालेंगे. നമ്മുടെ അപ്പൻ പേരിട്ടിട്ടുണ്ട്, हमारे पिता ने नाम डाला है, സ്കൂളിൽ പേരിട്ടിട്ടുണ്ട്, स्कूल में नाम डाला പക്ഷെ है. നാട്ടുകാർ വിളിക്കുന്ന ഇരട്ടപ്പേരുണ്ടാകാം. कि लोग चिढ़ा के बुलाने वाला नाम ആ होगा. പേരിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. उस नाम के बारे में नहीं कहता. ദൈവത്തിന്റെ വായിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു പുതിയ പേരിടുമെന്ന്. कि परमेश्वर का जुबान से तेरे लिए एक नया नाम डालेगा. ഹല്ലേലൂയ. हालेलुया. ഈ യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്കറിയാം. यशायाह का अगर चैप्टर हम पढ़ेंगे तो हमें एक पता चलता है. അവസാനത്തെ അധ്യായങ്ങളിൽ ये अंतिम वचनों में അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തിയെ കാണുന്നത്. अपने अवस्था को बदलने वाला परमेश्वर कार्य को दिखाता है. തള്ളപ്പെട്ട വ്യക്തി, जो त्यागा हुआ व्यक्ति, ത്യജിക്കപ്പെട്ട വ്യക്തി, जो छोड़ा हुआ व्यक्ति, ആരുമില്ലാത്തവർ, जिसे कुछ ज्ञान नहीं है, അവരെ നോക്കിയിട്ട് പ്രവാചകൻ പറയുക, उसे देख के भविष्यवक्ता कहता है, ഞാൻ നിന്നെ എന്നേക്ക് കൈവിടത്തില്ല, तुझे हमेशा के लिए त्यागा ഞാൻ नहीं നിന്നെ जाएगा, എന്നേക്ക് ഉപേക്ഷിക്കത്തില്ല, मैं तुझे हमेशा के लिए ഞാൻ छोड़ेगा നിന്നെ नहीं, തള്ളിക്കളയത്തില്ല, मैं तुझे ठुकराऊंगा ഞാൻ नहीं. നിന്നെ ചേർക്കാൻ अब പോകുകയാണ്. मैं हालेलुया, मैं तेरे अपने पास लाने वाला ഇന്ന് हूं. പകൽക്കാലം ചിലരെ നോക്കി പരിശുദ്ധാത്മാ പറയുകയാണ്, आज के दिन कुछ लोगों को देख के पवित्र आत्मा कहता ഞാൻ है, നിന്നെ എന്നേക്കുമായി തള്ളിക്കളയുകയില്ല. मैं तुझे हमेशा के लिए त्यागेगा नहीं. യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായം നോക്കിയാൽ एशिया 54 अगर हम देखते हैं, അവിടെ പറയുന്നത്, वहाँ कहते हैं ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. कि डरो मत, तू लज्जित नहीं होगा. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 54 അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിക്കാൻ സമയമില്ല, എന്നാൽ അവിടെ പറയുന്നതൊക്കെ എന്താണെന്നറിയാമോ? 54 का शुरुआत से पढ़ने का समय नहीं, कि वहाँ क्या कहते हैं, ഏകാഗിനിയായിരിക്കുന്നവളെ, ഒറ്റയ്ക്ക് ഏകാഗിനി, तू अकेला जो बेटी है. ഹല്ലേലൂയ. ഏകാഗിനിയായിരിക്കുന്നവളെ, जो अकेली जो बेटी है, നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ്. मैं तुझे आशीषित करने जा रहा हूँ. ഈ യെശയ്യാവ് 54 ഈ വാക്യമുണ്ടല്ലോ, ये जो 54 के जो आयत है, പ്രസവിക്കാത്ത മച്ചിയെ जो बांझ औरत है, ഘോഷിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക. बोलते हैं कि जिसे दर्द नहीं मिला है वो पुकार के कहो. ഏകാഗിനിയുടെ മക്കൾ, जो अकेली है उसके बच्चे, ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. व्याधिक स्त्री से भी ज्यादा होंगे उससे. ഈ വാക്യം പൗലോസ് കോട്ട് ചെയ്തിട്ടുണ്ട്. ये आयत जो है पौलुस ने कोट किया നമ്മൾ है. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. पिछले हफ्ते हम वो भाग पढ़ रहे थे. എവിടെ കോട്ട് ചെയ്തേക്കുന്നത്? कहाँ लिखा है? ഗലാത്യ ലേഖനത്തിന്റെ 4 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് ഈ വാക്യം കോട്ട് ചെയ്തു. गलातियर 4 के अंतिम में लिखा है. എന്നിട്ട് പൗലോസ് അവിടെ എന്താ പറഞ്ഞെന്ന് അറിയാമോ? और पौलुस ने क्या कहा? അല്ല, നമ്മൾ ദാസിയുടെ മക്കളല്ല, हम दासी के संतान നമ്മൾ नहीं है, സ്വതന്ത്രയുടെ മക്കളാ. हम स्वतंत्रता का बच्चे. ആരാണ് हमें സ്വതന്ത്ര? कौन है स्वतंत्र? അത് പഴയ നിയമത്തിലെ സാറയാണെങ്കിൽ अगर उन पुराना नियम का सारा है तो പുതിയ നിയമത്തിലെ ദൈവസഭയാണ്. कि नया नियम का परमेश्वर कलीसिया है. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, मैं पिछले दिनों में कहा വാഗ്ദത്തമില്ലാത്ത ഹാഗാറിന് ഒറ്റ വർഷം കൊണ്ട് മക്കളുണ്ടായി. कि जो वादा नहीं तो उस आगार को 1 साल में संतान हुआ. വാഗ്ദത്തമില്ലാത്ത ഹാഗാറിന് ഒരു തടസ്സവുമില്ല തലമുറയുണ്ടാകാം. जिसको वादा नहीं तो उस आगार को कोई रुकावट नहीं था संतान के പക്ഷെ लिए. വാഗ്ദത്തമുള്ള സാറയ്ക്ക് लेकिन जिसको वादा मिला उस सारा को വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. सालों इंतजार करना पड़ा. മശഖാമൻ, അവൾ പറഞ്ഞു, ഞാൻ ഏകാഗിയാണ്, वो उसने कहा मैं अकेली हूँ, ഞാൻ മച്ചിയാണ്. मैं बांझ हूँ. അൽഖമന ശഖമന ഹൽതലഗശരെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, लेकिन आपको पता है 53 അധ്യായം യെശയ്യാവിന്റെ പുസ്തകത്തിൽ कि 53 एशिया में നാം ഒരു ഏകാഗിയെ കാണുന്നു. हम एक अकेली को देखते हैं. ക്രൂശിൽ ഒറ്റപ്പെട്ട ഒരുവനെ കാണുന്നു. कि क्रूस में अकेला एक को देखता है. എല്ലാവരും ത്യജിക്കപ്പെട്ട ഒരുവനെ കാണുന്നു. हर एक ने त्यागा हुआ एक को देखता है. കണ്ടാൽ ആളല്ലാത്തതുപോലെ വിരൂപമാക്കപ്പെട്ട ഒരുവനെ കാണുന്നു. कि देखिए तो पता नहीं चले वैसे विरूप किया हुआ एक व्यक्ति को देखता है. 53 പറഞ്ഞു, एशिया 53 कहता है ഹല്ലേലൂയ, അവൻ തന്റെ മരണത്താൽ അനേക സന്താനങ്ങളെ
പ്രാപിപ്പാനിടയെ തീർന്നു. कि वो कहता है कि उसकी मृत्यु से उसने अनेक संतानों को प्राप्त അവൻ किया, മക്കളെ കണ്ട് തൃപ്തി അടഞ്ഞു. वो बच्चों को देख के तृप्त ആ हुआ. മക്കളെ കുറിച്ചാണ് യെശയ്യാ 54 പറയുന്നത്. वो बच्चों के ऊपर यशायाह 54 कहता നമ്മുടെ है. ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ हमारे പറഞ്ഞാൽ, भाषा में कहे യേശു तो ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ ബലിയാൽ ഹല്ലേലൂയ പിറക്കപ്പെട്ട മക്കളെ കുറിച്ചാണ് യെശയ്യാ 54 പറയുന്നത്. हमारे भाषा में कहते हैं यशायाह 54 में यीशु मसीह सूली की मृत्यु से जो जन्म लिया संतानों के बारे में कहता है, ഏകാകിയുടെ മക്കൾ, जो अकेली की जो बच्चे हैं, ഹല്ലേലൂയ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന്. जिसको भाई शादी हुआ उसके बच्चों से भी ज्यादा है. അതുകൊണ്ട് നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. इसके तेरे तंबू के जगह को तू विस्तार कर. എല്ലാവരും പറഞ്ഞാട്ടെ, കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കണം. हर एक जन बोले तंबुओं को बढ़ाओ. സഭയെ കൂടാരത്തെ വിശാലമാക്കിക്കൊള്ളാൻ, कलीसिया तुम अपने तंबू को बड़ा करो. നിന്റെ ജീവിതത്തിന്റെ കൂടാരത്തെ വിശാലമാക്കിക്കൊള്ളാൻ तेरे जीवन के तंबू को बड़ा कर. ആമീൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. आमीन बोल के നമ്മൾ स्वीकार പ്രാർത്ഥിക്കത്തില്ലേ, करें. എന്റെ അതിരിനെ വിസ്താരമാക്കണം. मेरे सीमाओं को बढ़ाओ. ഏകാകിയായ തള്ളപ്പെട്ടവളെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുക. कि जो अकेली है, जो त्यागा हुआ देखो देख के पवित्र കൂടാരം आत्मा वाणी दे रहा है. വിസ്താരമാക്കിക്കോ. तेरे तंबुओं को तू स्थिर कर. ഹലോ, കൂടാരം എന്തിനാ വിസ്താരമാക്കുന്നത്? कि तंबू को क्यों चौड़ा करना है? കൂടാരം എന്തിനാ വിസ്താരമാക്കുന്നത്? तंबू को क्यों चौड़ा करना है? അതിന്റെ അർത്ഥം നീ മൾട്ടിപ്ലൈ ചെയ്യപ്പെടാൻ പോകുകയാണ്. उसका अर्थ है तेरे में वर्धन होने वाला है. ഇപ്പൊ നിനക്ക് ഒരു ബെഡ്റൂം ഉള്ള വീട് മതി. कि अब तेरे को एक बेडरूम का काम काफी പക്ഷേ है, നിനക്ക് 2 ബെഡ്റൂം വീട് വേണ്ടി വരാൻ പോകുകയാണ്. लेकिन तुझे 2 बेडरूम वाला घर का ഇപ്പൊ जरूरत നിനക്ക് पड़ेगा. 2 ബെഡ്റൂമാ ഉള്ളത്. अभी तक 2 बेडरूम है, അല്ല, നിനക്ക് 3 ബെഡ്റൂമിന്റെ ആവശ്യം വരാൻ പോകുകയാണ്. तुझे 3 बेडरूम का जरूरत पड़ेगा. കൂടാരത്തെ വിസ്താരമാക്കാൻ പോകുകയാണ്. तेरे तंबू को चौड़ा करने കാരണം वाला है. സ്വർഗ്ഗം നിന്നെ കുടുംബത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുകയാണ്. स्वर्ग तेरे कुटुंब को बढ़ाने वाला है. ഇന്ന് വരെ സാറയുടെ കൂടാരത്തിൽ സാറ ഒറ്റയ്ക്കാ കേട്ടോ. आज तक सारा का तंबू में सारा अकेला അപ്പുറത്തെ था. ഹാഗാറിന്റെ കൂടാരം വിസ്താരമായി. उस पार जो आहार का तंबू बढ़ते गया, ഹാഗാറിനൊരു മകനുണ്ടായി. आहार को एक बच्चा हुआ. കൂടാരം വലുതായേ പറ്റത്തുള്ളൂ. कि तंबू बड़ा होना പക്ഷേ था, സാറയെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. लेकिन सारा को देख के पवित्र आत्मा वाणी പ്രസവിക്കാത്ത देता है മച്ചിയെ പൊട്ടിയാർത്തോ. कि जो बांझ औरत है उसको देख के നിന്റെ മക്കൾക്ക് എണ്ണമില്ലാത്തതുപോലെ പെരുകാൻ പോകുകയാണ്. तेरे बच्चे गिन नहीं पाएगा वैसा बढ़ने वाले നിന്റെ हैं. കൂടാരം വിശാലമാകാൻ പോകുകയാണ്. तेरे तंबू बढ़ने वाला है. നിന്റെ കൂടാരത്തിൽ ഇനി സ്ഥലം വേണമെന്ന്, तेरे तंबू में और जगह चाहिए. നിനക്ക് ഇനി തലമുറ ലഭിക്കാൻ പോകുകയാണെന്ന്. तुझे अभी पीढ़ी मिलने वाला है. എവിടെ നിന്നാണ് ഈ തലമുറ ജനിക്കുന്നത്? कहां से पीढ़ी जन्म होता है? എല്ലാവരും പറഞ്ഞിട്ട് ക്രൂശിലെ യാഗത്താൽ, हर एक जन बोले क्रूस की യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്താൽ यीशु मसीह के कालवरी का ഇനി बलि से മക്കൾ ജനിക്കാൻ പോകുകയാണ്. अभी और बच्चे जन्म होंगे. കൂടാരം വിസ്താരമാകാൻ कि പോകുകയാണ്. तंबू बढ़ने ഈ वाला है. ദൂത് മുറുകെ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ये दूध को पकड़ के यीशु मसीह के नाम से സഭയ്ക്കകത്ത് ഒരു വിശാലത പിന്നെ പ്രാർത്ഥിക്കുകയാണ്. कलीसिया के अंदर एक बढ़ोतरी के लिए प्रार्थना करते हैं. ഓഷകമന റംശൽ ഖമന ഹദലെ റംശൽ ഖമനെ ഹല്ലേലൂയ. എബേസിനെ വിസ്താരത്തിലേക്ക് വിസ്തൃതിയിലേക്ക് നടത്തിയതുപോലെ एबेस को जिसने चौड़ाई में लेके आया, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് കൂടാരത്തിന് ഒരു വിസ്തൃതി കൽപ്പിച്ചാക്കുകയാണ്. कि आज उसी प्रकार पवित्र आत्मा हर एक तंबू को एक छोड़ापन की आज्ञा देता ഞാൻ है. ആ സാറയുടെ കൂടാരത്തെ ഒന്ന് കാണുകയാണ് वो കേട്ടോ. सारा का तंबू को जहाँ देख रहा हूं, സാറയുടെ കൂടാരത്തിൽ സാറ ഇന്ന് വരെ ഒറ്റയ്ക്കാ. सारा का तंबू में सारा आज तक अकेली है. ഹല്ലേലൂയ. പക്ഷേ ആ കൂടാരത്തിൽ ഹല്ലേലൂയ ഇസ്ഹാക്ക്, उस तंबू में इसहाक, കൂടാരത്തെ കർത്താവ് വിസ്താരമാക്കി കേട്ടോ. तंबू को परमेश्वर बढ़ाया. അതുകൊണ്ടും തീർന്നില്ല. उससे भी समाप्त नहीं എല്ലാരും हुआ. പറഞ്ഞിട്ട് സാറയുടെ കൂടാരത്തിന് ഒരു ഭാവിയുണ്ടെന്ന്. कि बोलो सारा का तंबू को एक भविष्य है. എല്ലാരും മാത്രം പറഞ്ഞാട്ട് हर जो मुख खोल के ആത്മാവിൽ बोले ഞാനൊരു ദൂത് പറയാം, സാറയുടെ കൂടാരത്തിന് ഒരു ഭാവിയുണ്ട്. कि सारा का तंबू को एक भविष्य है. വചനം ഇങ്ങനെ പറയുന്നു, वचन इस प्रकार कहता है, ഇസ്ഹാക്ക് വിവാഹം കഴിഞ്ഞ് इसहाक जो शादी के बाद ഹല്ലേലൂയ റിബേക്കയുടെ കൈയും പിടിച്ചുകൊണ്ട് रिबेका के हाथ पकड़ के നേരിട്ട് വരുന്നത് സാറയുടെ കൂടാരത്തിലേക്കാ. कि सीधा आया सारा का तंबू में. സാറയുടെ കൂടാരത്തിന് ഒരു ഭാവിയുണ്ട്. कि सारा का तंबू को एक भविष्य है. ഏകാഗ്നിയായ സാറയെ നിന്റെ കൂടാരത്തിന് ഒരു ഭാവിയുണ്ട്. अकेली बेटी सारा तेरे तंबू को एक भविष्य യെശയ്യാ है. 54 പറയുക, यशायाह 54 कहता ഞാൻ है, നിന്നെ മറന്നു കളഞ്ഞെങ്കിലും എന്നേക്കുമായി മറന്നു കളഞ്ഞില്ല. मैं तुझे हमेशा के लिए त्यागा नहीं है, भूला नहीं है. അല്പസമയത്തേക്കാണ് മറന്നു കളഞ്ഞത്. थोड़े समय के लिए तुझे വലിയ भूला है, കരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളു. लेकिन बहुत करुणा के साथ तुझे मैं और पास लाऊंगा. സിയോനെ വലിയ കരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളു. सियोन बहुत करुणा के साथ में तुझे अपने നിന്റെ पास लाऊंगा. അടിസ്ഥാനങ്ങളെ ഞാൻ പണിയും.
तेरे नियमों को मैं बनाऊंगा, നിന്റെ ഹല്ലേലൂയ മക്കളുടെ സമാധാനം വലുതായിരിക്കും. तेरे बच्चों का शांति बड़ा അവർ होगा, യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും. परमेश्वर से अगुवाई मिला हुआ रहेगा. യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ एशिया के किताब के अंतिम पन्नों में തള്ളപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തെ ദൈവം മാറ്റുന്ന കാഴ്ചയാ കാണുന്നത്. कि जो त्यागा हुआ ठुकराया हुआ लोगों के जीवन को बदलता हुआ परमेश्वर को देखता है. സഹോദര സഹോദരി, നിങ്ങൾ തള്ളപ്പെട്ടവരാണ്. भाइयों बहनों, अगर आपको त्यागा गया है, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? अगर आपको इस प्रकार लगता है, നിങ്ങൾക്കാൽ പരിശുദ്ധാത്മ പറയുക, आज पवित्र आत्मा कहता है, ഞാൻ നിന്റെ അവസ്ഥയെ മാറ്റാൻ പോകുകയാണ്. मैं तेरी अवस्था को बदलूंगा. ഹല്ലേലൂയ. ഓ ഷെഖൽ ഖമാന, ഇന്ന് വരെയുള്ള നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുകയാണ്. ഇന്ന് വരെയുള്ള നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുകയാണ്. आज तक का जो तेरा नाम है उसे मैं बदलने പേര് वाला हूं. മാറ്റുക എന്ന് പറഞ്ഞാൽ नाम बदलने का अर्थ എന്നെ കുറിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ മാറ്റാൻ പോകുകയാണ്. तेरे बारे में जो दुनिया का जो ख्याल है उसको मैं बदलने वाला है. വിളിച്ചത് എന്താണ്? आज तक दुनिया तेरे बारे में क्या सोचा? തള്ളപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവർ. कि त्यागा हुआ, छोड़ा हुआ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, स्वर्ग का पवित्र आत्मा का साफ साफ कहता है മനുഷ്യൻ വിളിക്കുന്ന പേര് മാറാൻ പോകുകയാണെന്ന്. कि जो लोगों ने पुकारने वाला नाम बदलने वाला മനുഷ്യൻ है. നിന്നെ പരിഹസിക്കാൻ വിളിച്ച പേര് മാറാൻ പോകുകയാണ്. लोग तुझे चिढ़ा के बुलाया वो नाम बदलने वाला മനുഷ്യൻ है. നിന്റെ അവസ്ഥ കണ്ടിട്ട് വിളിച്ച പേര് മാറാൻ പോകുകയാണ്. लोगों ने तेरे अवस्था को देख के बुलाया वो नाम बदलने वाला है. അങ്ങനെയൊക്കെയല്ലേ മനുഷ്യൻ വിളിച്ചത്. वो सब देख के इंसान ने बुलाया. നവോമി മോവാബിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ, नवोमी जब वह मोवाब से जब लौट आई, ഹല്ലേലൂയ, നവോമിക്ക് നല്ല സുന്ദരമായ ഒരു പേരുണ്ട്. नवोमी की अच्छा नाम था. പക്ഷെ നവോമി ആളുകളോട് പറഞ്ഞു, लेकिन नवोमी ने लोगों से "ഇനി कहा, എന്നെ അങ്ങനെ വിളിക്കല്ലേ കേട്ടോ. अब मुझे इस प्रकार मत बुलाना. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. मुझे अब इस प्रकार मत बुलाना. നവോമിയുടെ പേര് മധുരമുള്ള പേരാണ്. नवोमी का नाम जो है मीठा का नाम है. ആളുകൾ तो പറഞ്ഞു നവോമി തിരിച്ചു വന്നെന്ന്. लोगों ने बोला नवोमी लौट आया. നവോമി ഉള്ളു പൊട്ടിയിട്ട് പറഞ്ഞു, वो दिल टूट के "ഇനി बोला, എന്നെ നവോമി എന്നൊന്നും വിളിക്കണ്ട. अब मुझे नवोमी मत बुलाना. ഞാൻ ഒഴിഞ്ഞവളായിട്ടാ വന്നിരിക്കുന്നത്. मैं खाली होके आया है. അങ്ങോട്ട് പോയത് നിറഞ്ഞവളായിട്ടാണെങ്കിൽ जब गया था मैं भर के गया, ഇങ്ങോട്ട് വന്നത് ഒഴിഞ്ഞവളായിട്ടാ. लेकिन इधर आया हूँ खाली നവോമി होके. തന്നെ അവളുടെ പേര് മാറ്റിയിട്ടിട്ട് പറഞ്ഞു, नवोमी खुद अपना नाम को "ഇനി बदल के बोला, എന്തെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ മാറ എന്ന് വിളിച്ചു. अगर अब मुझे बुलाना है तो मारा बुला, എന്നെ മാറ എന്ന് വിളിച്ചു. मुझे मारा बुला. എന്റെ ജീവിതം കയ്പ് നിറഞ്ഞ ഞാൻ മടങ്ങി വന്നത്. मेरे जीवन में कड़वापन के साथ में आया है. ശൂന്യമായിട്ടാ ഞാൻ മടങ്ങി मैं വന്നത്. शून्य से होके आया है. പരിശുദ്ധാത്മ നിങ്ങളെ നോക്കി പറയാൻ പോകുകയാണ്. पवित्र आत्मा तुम्हें देख के कहता है, സ്വർഗ്ഗത്തിലെ ദൈവം ബേത്ലഹേമിനെ അനുഗ്രഹിച്ചെങ്കിൽ, സന്ദർശിച്ചെങ്കിൽ, अगर स्वर्ग का परमेश्वर बेथलेहम को आशीष किया, वहां चले गया तो, ബേത്ലഹേമിൽ പിന്നെയും കൊയ്ത്തിന്റെ ദിനങ്ങൾ ഉണ്ടായെങ്കിൽ, अगर फिर से उधर कटने का समय आया तो നിനക്ക് വേണ്ടി നവോമി ആ കൊയ്ത്ത് ദൈവം വെച്ചിരിക്കുക. तेले हुई नवोमी वो कटनी को रखा है. കൊയ്ത്ത് ബോവസിന് മാത്രമല്ല, कोई केवल बोवस के लिए नहीं കൊയ്ത്ത് है, ബേത്ലഹേംകാർക്ക് മാത്രമല്ല, कटनी केवल बेथलेहम के लिए नहीं മടങ്ങി है. വന്ന നിനക്ക് വേണ്ടിയും ഒരു കൊയ്ത്തുണ്ടെന്ന്. लौट आया तेले भी कटनी है. आमीन. നിങ്ങൾക്കെല്ലാം മടങ്ങി വരാൻ തയ്യാറാണോ? अगर आज के दिन लौट आने को तैयार ദൈവ है, സന്നിധിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണോ? परमेश्वर सन्निधि में लौट आने को तैयार നിനക്ക് है. വേണ്ടിയും കൊയ്ത്തുണ്ടെന്ന് तेरे लिए भी कटनी है. ഓ, आमीन. ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ कि जब परमेश्वर अपने लोगों की अवस्था को बदलेगा, നിനക്കും ഒരു കൊയ്ത്ത് आमीन വെച്ചിട്ടുണ്ടെന്ന്. आमीन आमीन, हमारे लिए भी कटनी रखा ദൈവം है. തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ परमेश्वर जब अपने अवस्थाओं को നീ बदलेंगे, എന്നേക്കും മാറയായിട്ടിരിക്കത്തില്ല. तू हमेशा के लिए मारा बन के नहीं നിനക്ക് बैठेगा. വേണ്ടി ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. तेरे लिए एक कटनी रखा है. ഹല്ലേലൂയ. ശഖമന. ദൈവമക്കൾ പ്രതികരിച്ചാട്ട് വചനത്തിന്. कि ये जो वचन जब आपके पास है तो इसे स्वीकार करो. ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ ഒരു അനുഗ്രഹം, हमारा कलीसिया की आशीष കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കാൻ വന്ന ദേവദാസൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്ത് പറ്റി, ഞാൻ പറഞ്ഞൊന്നും ആളുകൾക്ക് മനസ്സിലായില്ലയോ? कि उस पिछले हफ्ते में जो प्रचार किया परमेश्वर दास ने बोला क्या हुआ, मैंने जो बोला आपको समझ में नहीं. ശുശ്രൂഷിക്കുന്ന സഭ ഒരു വചനം അങ്ങോട്ട് പറഞ്ഞാൽ 10 പ്രൈസിലോട് തിരിച്ചു വരുന്ന സഭയാ. क्योंकि वो कलीसिया ऐसा कि एक वचन बोलेगा तो 10 प्रेस लॉर्ड सामने से आते हैं. അപ്പൊ ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ നമ്മുടെ സഭയ്ക്ക് ഒരു ഗുണമുണ്ട്. हाँ, मैंने बोला हमारा कलीसिया एक गुण है, We are charismatic in worship. Hallelujah. हम कैरिस्मेटिक के आराधना में, But when we receive the word of God, we are brethren. Hallelujah. ഞാൻ പറഞ്ഞു, നമ്മൾ ആരാധിക്കുമ്പോൾ ഭയങ്കര കരസ്മാറ്റിക്ക, പക്ഷേ നമ്മൾ വചനം സ്വീകരിക്കുന്ന ബ്രദറുകാരെ പോലെ. मैंने बोला कि जब आराधना करते हैं हम बहुत कैरिस्मेटिक है, लेकिन जब वचन स्वीकार करते हैं हम
ബ്രദറുകാരെ പോലെ ब्रदरन के जो कलीसिया उसके നമ്മുടെ समान സഭയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. हमारी कलीसिया के बारे ഞാൻ में പറഞ്ഞു, कहा പാസ്റ്റർ അതുകൊണ്ട് സങ്കടപ്പെടുന്നു വേണ്ട, बोले कि എനിക്ക് അതങ്ങ് പരിചയമായി പോയി, कि എനിക്കങ്ങ് പരിചയമായി പോയി. मुझे वो ഒരു आदत സ്തോത്രം बन गया ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. एक धन्यवाद नहीं आया तो भी प्रचार करेगा പെന്തക്കോസ്തുകാരുടെ आमीन. വചന സ്വീകരണം ഇങ്ങനെയല്ല. ഹല്ലേലൂയ. पेंटिकोस्ट में जो वचन का स्वीकार इस प्रकार नहीं होता है മലയാളത്തിൽ പറഞ്ഞ തടിയലെ വെടി പോലെ നിൽക്കണം. അങ്ങോട്ടൊരു വചനം ഇട്ടാൽ ഇങ്ങോട്ട് ചാടി പിടിച്ചോണം, എങ്കിൽ മാത്രമേ സ്വർഗം തുറക്കത്തുള്ളൂ. आमीन, കേട്ടോ? हालेलुया। ഹല്ലേലൂയ. जब वचन आते है उसे पकड़ना है तभी जाके स्वर्ग काम करेगा നിങ്ങൾ വചനം അങ്ങോട്ട് വീഴുമ്പോഴേ जब वचन गिरते तभी आपको അതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയ്ക്ക് ആകാൻ തുടങ്ങും. कि वो जब पकड़ेंगे तो आप शेक होंगे നിങ്ങളുടെ आमीन ബന്ധനം അഴിയും. आपके बंधन खुलेगा അതാ പെന്തക്കോസ്ത് സ്റ്റൈല്. वो है पेंटिकोस्ट का आराधना ഹലോ. हालेलुया അതുകൊണ്ട് നമ്മുടെ ഒരു കുറവ് പറയാതെ മാറ്റണം. വചനത്തോട് ദൈവമക്കൾ പ്രതികരിക്കണം. इसलिए हमें अपने उस कमियों को हटाना है वचन को हमें स्वीकार करना है ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रहा വലിയ है വചനത്തിന്റെ വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. वचन का प्रकाशन कहाँ है ബേത്ലഹേമിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിയാൽ, बेतलहम का जब अवस्था को परमेश्वर ആ हटाएगा നാട്ടിൽ ആരൊക്കെ വരുന്നോ उस देश में जो जो आएगा ബ്ലെസ്സിങ്ങിന്റെ ഒരു പോർഷൻ അവർക്കുണ്ട്. उस आशीष का एक भाग उन्हें भी है സത്യമാണ് ഞാൻ പറയുന്നത്. ये सच्चाई है कि नहीं കഴിഞ്ഞ വർഷം വരെ ബേത്ലഹേമിൽ ക്ഷാമം, पिछले साल तक बेतलहम में अकाल था വയലുള്ളവർക്ക് മാത്രമല്ല, जो खेती में केवल उनके लिए नहीं കൊയ്ത്തുകാർക്ക് ക്ഷാമം, कि जो कटनी उनके लिए अकाल കൊയ്ത്തുകാർക്ക് മാത്രമല്ല, केवल कटनी वालों के लिए नहीं। കാലാ പറക്കാൻ വരുന്ന പരദേശിക്കും ക്ഷാമം. जो वहां जो भी काम करने आते जो परदेशी उसको भी ये है कमी है ഹലോ. അല്ല, വീട്ടുകാർക്കില്ല, പിന്നെ പരദേശിക്ക് കൊടുക്കാൻ പറ്റും. जब घर वालों के लिए नहीं तो बाहर वालों को कहां से देंगे കൊയ്യാൻ വിട്ട ആളുകളോട്, കൊയ്ത്തുകാരനോട് ഹല്ലേലൂയ ഉടമസ്ഥൻ എന്താ പറഞ്ഞെന്നറിയാമോ? जो कटनी के लिए आए उनके लिए पर उनको मालिक ने क्या कहा വളരെ ശ്രദ്ധിച്ച് കൊയ്യണം കേട്ടോ. ध्यान से काटना ഒറ്റൊരു മണി പോലും താഴെ പോകല്ലേ. जरा सा भी नीचे ना കാരണം गिरे ഈ വർഷത്തെ വിളവ് ഭയങ്കര മോശമാ. क्योंकि इस बार का फल बहुत कम हुआ है പിടിച്ചു വെച്ചാ കൊയ്തത്. ഒരുത്തനും ഒരു മണി പോലും താഴെ പോകാതെ കൊയ്തത്. तो कुछ भी नीचे ना गिरे उस प्रकार काटा പക്ഷെ ബേത്ലഹേമിനെ ദൈവം സന്ദർശിച്ചപ്പോൾ, लेकिन बेतलहम जब परमेश्वर आया ഹല്ലേലൂയ, കൊയ്ത്തുകാരോട് ഉടമസ്ഥന് പറയാൻ തുടങ്ങി, कि जो कटनी वाले से करने वाले से मालिकों ने कहा കഴിഞ്ഞ വർഷത്തെ പോലെ പിടിച്ചു വെച്ച് കൊയ്യണ്ട കേട്ടോ. कि पिछले साल के सब पकड़ के इस करके मत ഒന്ന് രണ്ട് करना കയ്യിൽ നിന്ന് പൊയ്ക്കോട്ടെ. बोलो कि जो जा रहा है उसको നമ്മുടെ जाने നാട്ടിലെ दे പരദേശിക്കും വല്ലതും കിട്ടട്ടെ. हमारा देश जो परदेशी उसे भी कुछ കാല मिलने दे പറക്കുന്നവനും വല്ലതും जो കിട്ടട്ടെ. उठाने वाले उसको भी कुछ मिलने നമ്മളെ दे ദൈവം അനുഗ്രഹിച്ചിരിക്കുക. हमें ഹല്ലേലൂയ. परमेश्वर ने आशीषित എന്റെ किया है ദൈവമക്കളെ, നമ്മളെ ദൈവം അനുഗ്രഹിച്ചാൽ अगर हमें परमेश्वर आशीषित करेगा നമുക്ക് ദാനം ചെയ്യുന്നതിൽ കഞ്ചൂസി കാണുമോ? तो हम जब दान देगा तो कंजूसी नहीं करेगा പാസ്റ്റർ, എനിക്ക് ദാനം ചെയ്യാൻ വലിയ മനസ്സാ, പക്ഷെ കൊടുക്കാനൊന്നും ഇല്ല. कुछ लोग कहते हैं परमेश्वर में दान देना तो चाहते हैं लेकिन मेरे पास कुछ है ही नहीं ये सच्चाई നമ്മുടെ है ഭണ്ഡാരം നിറഞ്ഞു കഴിഞ്ഞാൽ, जब हमारा भंडार जब भरेगा ഹല്ലേലൂയ, ദാനം ചെയ്യാൻ പറ്റുമോ? फिर क्या हम दान दे सकता है പറ്റുമോ? दे सकते हैं വിഷമം കൂടാതെ കൊടുക്കാൻ പറ്റത്തില്ലേ? बिना दुख के हम दे सकते हैं ഇതാണ് ഇപ്പോൾ ബേത്ലഹേമിൽ സംഭവിച്ചിരിക്കുന്നത്. ये अभी बेतलहम में हुआ है ബേത്ലഹേമിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിയാൽ, बेतलहम का अवस्था को परमेश्वर जो बदला അത് ഭൂ ഉടമകൾക്ക്, വയലിന്റെ ഉടമകൾക്ക് മാത്രമല്ല, वो जो खेत के मालिक को ही नहीं അവിടെ ആരൊക്കെ വരുന്നോ वहाँ जो भी आता है അവരൊക്കെ ആ അനുഗ്രഹത്തെ അനുഭവിക്കുമെന്ന്. वहाँ जो भी आते हैं सभी लोग उस आशीष को पाएंगे പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ദൂത് പറയുക. आज पवित्र आत्मा हमें നിന്റെ देख के वाणी സ്ഥിതിയെ देता है ദൈവം മാറ്റിയാൽ, हालेलुया हमारी अवस्था को जब परमेश्वर നിന്റെ बदलेगा അവസ്ഥയെ ദൈവം മാറ്റിയാൽ, हमारी अवस्था को जब അത് परमेश्वर നിനക്ക് बदलेगा മാത്രമല്ല, तो केवल हमारे लिए नहीं है ആരൊക്കെ നിന്നോട് അറ്റാച്ച്ഡ് ആകുന്നുവോ, जो जो तुम्हारे ശകമന, करीब आते हैं അവരൊക്കെ ആ അനുഗ്രഹത്തിന്റെ ഒരു പോർഷൻ അനുഭവിക്കാൻ പോകുക. जो जो हमारे पास आएंगे वो सभी लोग കരങ്ങളെ आशीष का एक ശക്തമായി हिस्सा അടിച്ച് पाएंगे। ആമീൻ പറഞ്ഞ് ഈ ദൂത് സ്വീകരിച്ചാട്ട് हाथ ताली बजा के मरका सामने से शगमना। आमीन बोल के से വിളിച്ചു विश्वास करो പറഞ്ഞാട്ടെ, मुंह खोल के बोलो ദൈവം എന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുക. परमेश्वर मेरे अवस्था को ദൈവം എന്റെ बदलेगा കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുക. परमेश्वर मेरे कुटुंब को आशीषित ദൈവം करेगा എന്റെ പേര് മാറ്റാൻ പോകുക. परमेश्वर मेरा नाम को ദൈവം बदलेगा എന്റെ പേര് മാറ്റാൻ പോകുക. परमेश्वर मेरा नाम बदलेगा എന്റെ അവസ്ഥ മാറാൻ പോകുക. मेरा अवस्था बदलने वाला है നവോമിയേ, नवोमी നീ പറയുന്നു तू कहता है ഞാൻ മാറയാണെന്ന്, मैं मारा हूँ ഞാൻ കൈപ്പാണെന്ന്. मैं कड़वा हूँ ഇല്ല നവോമി, नहीं നീ नवोमी കാല് വെച്ചു മടങ്ങി വന്നത് तू जो पैर से जो लौट के ദൈവം आया है സന്ദർശിച്ച പട്ടണത്തിലേക്കാ. तू जो लौटा है परमेश्वर जो आया वो നീ शहर में है മടങ്ങി വന്നത് तू जो लौट आया है ദൈവത്തിന്റെ കൃപയുടെ മഴ പെയ്യുന്ന ബേത്ലഹേമിലേക്കാ. तू जो लौटा है परमेश्वर का बारिश गिरने वाला उसके करुणा के നീ देश में है മടങ്ങി വന്നത് तू जो लौट आया है കൊയ്ത്തു നടക്കാൻ പോകുന്ന പട്ടണത്തിലേക്കാ. तू जो लौट आया है कटनी
शादी जो होने वाला शहर में है। നവമി ഇത് പറഞ്ഞപ്പോൾ नहोमी ने जब ये कहा, ചിലരെങ്കിലുമൊക്കെ कुछ लोगों ने, ഹല്ലേലൂയ, നവമിയെ കയറി മാറെന്ന് വിളിച്ചു കാണും. कुछ लोगों ने नहोमी को मारा बुलाया होगा। ഹല്ലേലൂയ, അല്ലേ? നവമി തന്നെ പറഞ്ഞു എന്റെ പേര് ഇനി മാറയാ. नहोमी ने बोला मेरा नाम बिन मारा है। അയൽവക്കത്തുകാരൊക്കെ പറഞ്ഞു മാറയമ്മച്ചി വന്നു. ഹല്ലേലൂയ. पड़ोसियों ने बोला कि मारा मच्छी आया। മോവാബിൽ പോയിട്ട് മാറയായിട്ട് വന്നു. मोआब में जाके मारा बन के आया। പക്ഷെ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, लेकिन हमारा परमेश्वर അവൻ की खासियत, മാറയെ മധുരമാക്കുന്നവനാണ്. वो मारा को मधुर बना देता എല്ലാവരും है। പറഞ്ഞിട്ട് അവൻ മാറയെ മധുരമാക്കുന്നവനാണ്. वो मारा को मधुर बनाता മാറയെ है। वो മധുരമാക്കുന്നവനാണ്. मारा को मधुर बनाता है। അവസ്ഥയെ वो മാറ്റുന്നവനാണ്. अवस्था को बदलता है। പേരിനെ മാറ്റുന്നവനാണ്. वो नाम को बदलता है। ശകമന രംശൽഖമന. നാട്ടുകാരൻ നിന്നെ വിളിക്കുന്ന പേരുണ്ടാകാം കേട്ടോ. कि दुनिया हमें बुलाने वाला नाम ചിലർ होगा। നിന്നെ നോക്കിയിട്ട് പറഞ്ഞു, कुछ लोग तुझे देख के നീ कहेगा ഒരു പന്നോത്തിയാന്ന് പറഞ്ഞു, तू एक पनवती നീ है, ഒരു ദുഷകനമാണെന്ന് तू പറഞ്ഞു. एक पनवती है। ഹല്ലേലൂയ. എത്രയോ പേരുകൾ നമുക്ക് കിട്ടും. जितने सारे नाम हमें पड़े, പക്ഷേ വേദപുസ്തകത്തിന്റെ പ്രത്യേകത लेकिन वचन की खासियत ഒരു വലിയ പേരുമാറ്റം. एक है कि नाम को बदल दिया। നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിലെ ഏറ്റവും പേരുമാറ്റത്തിന് ഉദാഹരണമായി പറയാൻ പറ്റുന്ന ഒരു പുസ്തകം कि जो नाम को बदलने में सबसे ज्यादा कहने वाले किताब, ഹോശിയയുടെ പുസ്തകമാണ്. वो है होशा का किताब। ഹോശിയയുടെ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട होशा का പഠനത്തിലെ किताब बहुत ही आशीष से भरा है। കർത്താവിന്റെ മനസ്സെന്താണെന്ന് വെളിപ്പെടുത്തുന്ന പുസ്തകം. परमेश्वर का दिल क्या है वो प्रकट करने वाला है। കർത്താവിന്റെ മനസ്സ്, परमेश्वर का जो दिल है, എത്ര പാപം ചെയ്തിട്ട് തള്ളിക്കളയാൻ മനസ്സില്ലാത്തൊരു Amen, കർത്താവിനെ amen, hallelujah. വെളിപ്പെടുത്തിയ പുസ്തകമാണ് ഹോശിയയുടെ कि പുസ്തകം. जितना भी पाप करने के बावजूद नहीं त्यागने वाला, जो प्रेम रखने वाला, परमेश्वर के हृदय को खोल के बताया हुआ किताब है होशा का നമ്മളൊക്കെ किताब। ഒത്തിരി നല്ലവരായിട്ടല്ല കേട്ടോ. हम सब बहुत अच्छे हैं बोल के नहीं, പിശാച് ഒത്തിരി തകർത്ത് കളഞ്ഞിട്ടും शैतान ने बहुत नाश करने के बावजूद കർത്താവിന്റെ കരുണയാണ്, परमेश्वर का अनुग्रह അവന്റെ है, സ്നേഹമാണ്. उसका प्रेम है। ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ആരാധിക്കുവാൻ നമുക്കൊരു അവസരം आमीन, കിട്ടിയത്. आमीन। उसका करुणा और दया है कि आज के दिन यहाँ बैठ के हम आराधना में हैं। എല്ലാവരും പറഞ്ഞാട്ട് കർത്താവിന്റെ കരുണയാന്ന് പറഞ്ഞു. हर ये मुंह खोल के बोले परमेश्वर का अनुग्रह है। അവൻ ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവ്, कि हाँ, वो कभी त्यागने नहीं वाला ഉപേക്ഷിക്കാത്ത परमेश्वर, കർത്താവ്. कभी टुकराने वाला नहीं है। മൽക്കശകമന രഗദൽ കടകശരെ. ഹോശിയയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. होशे 12:6 में इस प्रकार कहता है, അതുകൊണ്ട് നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് इसके लिए तू परमेश्वर सन्निधि में लौट आके ദയയും നീതിയും പ്രവർത്തിച്ച്, ദയയും നീതി ന്യായമൊക്കെ പ്രവർത്തിച്ച് धार्मिकता के साथ നിന്റെ ദൈവത്തിനായി കാത്തിരിക്കുക. तू परमेश्वर के लिए इंतजार करो। എല്ലാവരും പറഞ്ഞാട്ട് മടങ്ങി വരിക. हर जी बोले लौट आए। आमीन। നവോമി മടങ്ങി വന്നതുപോലെ മടങ്ങി വരിക. नहोमी जैसे लौट आया वैसे लौट മടങ്ങി आए। വരാൻ തയ്യാറാണെങ്കിൽ अगर लौट आने को तैयार है നമ്മുടെ കർത്താവ് हमारा परमेश्वर, അവന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ उसके लिए अगर इंतजार करने को നമ്മുടെ तैयार है तो കർത്താവ്, हमारा അവൻ परमेश्वर, നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ वो തയ്യാറാണ്. हमारे लिए उत्तर आने वाला അവൻ है, നമ്മെ സന്ദർശിക്കാൻ തയ്യാറാണ്. वो हमारे लिए उत्तर ഈ आएगा। ഹോശിയയുടെ പുസ്തകത്തിലെ പേരുമാറ്റം എന്താണെന്നറിയാമോ? होशे का किताब का नाम बदलना क्या है पता है? ആദ്യമായിട്ട് ഒരു പേര് കൊടുത്തത് ഹല്ലേലൂയ. ഹോശിയോട് ദൈവം പറഞ്ഞു നീ വിവാഹം കഴിക്കുവാൻ പറഞ്ഞു. होशे से परमेश्वर बोले तू शादी कर। ഗോമറിനെയാണ് അവൻ വിവാഹം കഴിച്ചത്. അവൾ ഒരു മകനെ പ്രസവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അവന് ജസ്രീൽ, ദൈവം വിതയ്ക്കും എന്ന് പേര് കൊടുത്തു. ഹല്ലേലൂയ. ഹോശിയാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളാണ് പറഞ്ഞത്. होशे 1:3-4 में से कहा है, അവന് ജസ്രീൽ അല്ലെങ്കിൽ ദൈവം വിതയ്ക്കും എന്ന് പേര് കൊടുത്തു. उसको ജസ്രീൽ, जसरील, जसरील ദൈവം വിതയ്ക്കും, परमेश्वर बोने वाला। ഹല്ലേലൂയ. എല്ലാവരും ആ വാക്യം കണ്ടല്ലോ. हर जो वाद देखा, ആദ്യം ഒരു കുഞ്ഞിന് പേരിടുകയാ. पहला एक बच्चे को नाम ഈ डाल रहे हैं। ജസ്രീലിന് ये जसरील जो है, ചില സഹോദരിമാരുണ്ടായി, कुछ भाई होते, बहन होते, അവർക്ക് എന്താ പേര് കൊടുത്തെന്നറിയാമോ? उनको क्या नाम दिया? 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ छठे आयत से जब അവൾ पढ़ेंगे, പിന്നെയും ഗർഭം ധരിച്ചു ഒരു മകളെ പ്രസവിച്ചു. फिर से उसे एक बेटी हुआ। യഹോവ അവനോട് പറഞ്ഞു, परमेश्वर उसे कहा, അവൾക്ക് ലോ രുഹുമ എന്ന് പേര് വിളിക്കും. उसको लो रूमा के नाम से बुला। ഹല്ലേലൂയ. കരുണ ലഭിക്കാത്തവൾ. जो दया नहीं मिला, ജസ്രീലിന്റെ പെങ്ങളുടെ പേരെന്താ? उसकी जसरील के बहन का नाम क्या? കരുണ ലഭിക്കാത്തവൾ. जो करुणा नहीं मिला। ഇതൊക്കെ ഭയങ്കര സിംബോളിസമാ കേട്ടോ. ये सब सिंबोलिज्म है।
കർത്താവ് ഹല്ലേലൂയ ഹോശേയയിലൂടെ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക. वो होशे का जीवन से प्रकट करके दे रहे हैं. ഹോശേയുടെ ലൈഫ് തന്നെ ഒരു സന്ദേശമായി മാറുകയാണ്. होशे का जो जीवन एक संदेश बन रहा है. ഹോശേയുടെ ലൈഫ് തന്നെ ഒരു പ്രൊഫറ്റിക് മെസ്സേജായി മാറുകയാണ്. होशे का जीवन एक भविष्यता का ഇത് संदेश बन रहा है. പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ये वचन की खासियत है. ചില വ്യക്തികളെ ദൈവം അടയാളങ്ങളാക്കി നിർത്തി. कुछ लोगों को परमेश्वर चिन्ह बना के रखा. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ उनके जीवन में जो होता है ഹല്ലേലൂയ ദൈവം പ്രൊഫറ്റിക് മെസ്സേജ് ആക്കി മാറ്റി. परमेश्वर ने प्रोफेटिक संदेश बनाया. ഉദാഹരണമാണ് യെശയ്യാവ്. एशिया भी. യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ एशिया के जब किताब हम യെശയ്യാവിനോട് पढ़ेंगे, ദൈവം പറഞ്ഞു, एशिया से परमेश्वर ने कहा, ഞാൻ നിന്നെ നിന്റെ മക്കളെയും ഒരു അടയാളമാക്കാൻ मैं പോകുകയാണ്. तुझे और तेरे बच्चों को एक चिन्ह അതോ बनाऊंगा. ഞാനും എന്റെ മക്കളും ഒരു അടയാളമാണ്. मैं और मेरे बच्चे एक चिन्ह है. हमें എനിക്ക് സംഭവിക്കുന്നത് പ്രൊഫസിയാ. मुझे जो होते वो भविष्यवाणी എനിക്ക് है. സംഭവിക്കുന്നത് ദൂതാ. मुझे जो होते वो एक भविष्यवाणी है. ഹോശേയയും അതുപോലെ കേട്ടോ. होशे भी इसी प्रकार ഒരു है. വിവാഹം കഴിച്ചു. शादी हुआ, എന്നിട്ട് ഹല്ലേലൂയ എന്താണെന്നറിയാമോ, മക്കളുണ്ടായി. बच्चे हुए. ഒരു മകൾക്ക് ലോ രുഹുമ എന്ന പേര്, एक बेटी लो रहुमा करके नाम കരുണ दिया ലഭിക്കാത്തവൾ എന്ന പേര്. कि दया नहीं मिलने वाली. രണ്ടാമത്തെ മകൾക്ക് दूसरा जो बेटी है, ഹല്ലേലൂയ രണ്ടാമത് ഒരു മകനെ പ്രസവിച്ചു. फिर एक बेटे को जन्म हुआ. അപ്പോൾ ഹല്ലേലൂയ യഹോവ അവന് ലോ അമ്മി എന്റെ ജനമല്ല എന്ന് പേര് വിളിക്കുന്നു. उसको लो अम्मी मेरा प्रचार नहीं वैसा नाम दिया. പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടത്, उसका मतलब है त्यागा കരുണ हुआ, കിട്ടാത്തത്. दया नहीं मिलने പക്ഷെ वाला. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, वो हमारा परमेश्वर അവൻ എല്ലാ का കാലത്തേക്ക് वो തള്ളിക്കളയുന്നവൻ. हमेशा के लिए ठुकराने वाला नहीं है. കൈ പിടിച്ചിട്ട് പറ, बाजू जो बेटे से हाथ നമ്മുടെ पकड़ के बोला, കർത്താവ് എല്ലാ കാലത്തേക്കും തള്ളിക്കളയുന്നവനല്ല. हमारा परमेश्वर हमेशा के लिए त्यागने वाला नहीं എല്ലാ है. കാലത്തേക്ക് ഉപേക്ഷിക്കുന്നവനല്ല. वो हमेशा के लिए त्यागने वाला नहीं है. ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത്, अभी अगले आयत में हम देखते രണ്ടാം हैं, അധ്യായത്തിൽ കാണുന്നത്, उसके बाद देखते हैं दूसरा നിങ്ങളുടെ आयत में, സഹോദരിമാർക്ക് അമ്മി എന്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രുഹുമ കരുണ ലഭിച്ചവളെന്നും പേര് വിളിപ്പീൻ. कहा कि तुम्हारे भाइयों को अम्मी और अपनी बहनों को रूमा करके बुलाओ. സഹോദരന്മാരുടെ പേരിന് എന്ത് ചെയ്യണം? अभी भाइयों का नाम को क्या करना है? ജസ്രീലെ जसरील യഹോവ വിതയ്ക്കുമെന്നാണ് അതിന്റെ അർത്ഥം. कि उसका नाम है, अर्थ है कि परमेश्वर बोने वाला. ഞാൻ പേര് മാറ്റാൻ പോകുകയാ, നിന്റെ നാം സഹോദരന്റെ ബദലനെ വാല. സഹോദരിയുടെയും. तेरा भाई और बहन का नाम ദൈവം बदलने പേര് वाला है. മാറ്റുന്നവനാ കേട്ടോ. वो नाम बदलने वाला है. അബ്രഹാമിനെ പേര് മാറ്റിയവനാ ദൈവം. अब्राहम को नाम को बदला है परमेश्वर ने. അബ്രാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, अब्राह को बुला के बुलाया, ഞാൻ ഇനി നിന്റെ പേര് മാറ്റാൻ अब मैं പോകുകയാ. तेरे नाम को बदलने നിന്നെ वाला ഇനി हूं. അബ്രഹാം എന്ന് വിളിക്കാൻ പോകുകയാ. तुझे अब्राहम बुलाने എന്താ वाला हूं. അർത്ഥം? ബഹുജാതികൾക്ക് പിതാവ്. उसका अर्थ क्या है? बहुजाति का पिता. സാറയെ നിന്റെ പേര് മാറ്റാൻ പോകുകയാ. सारा तेरे नाम को പേര് बदलने, മാറ്റുന്നവനാണ് ദൈവം. वो नाम को बदलने वाला है കരുണ परमेश्वर. ലഭിക്കാത്തവൾ ലോ രുഹുമ, जो करुणा नहीं मिलने वाला लो रुहुमा, കരുണ ലഭിക്കാത്ത ലോ അമ്മി जो करुणा नहीं मिलने वाला लो अम्मी, പേര് മാറ്റാൻ പോകുകയാ. उनका नाम बदलने वाला है. ജസ്രീലെ നിന്റെ സഹോദരന്റെ സഹോദരിയുടെ പേര് മാറ്റാൻ പോകുകയാ. जसरील तेरे बहन और भाई का नाम को बदलने वाला എന്റെ है. ജനമല്ലാത്തതിനെ जो मेरे प्रजा नहीं है എന്റെ ജനമെന്ന് വിളിക്കാൻ उसको പോകുകയാ. मेरा प्रजा बुलाने वाला है. പുതിയ നിയമത്തിൽ ഈ വചനമൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട് ये കേട്ടോ. नया नियम में कोट किया हुआ പണ്ട് है. നാം ജനമല്ലായിരുന്നു, पहले हम प्रजा नहीं था, ഇപ്പോഴോ നാം അവന്റെ മക്കളാ, അവന്റെ ജനമാണ്. अभी उसका प्रजा उसके बच्चे हैं हम. ശരിക്കും ലോ രുഹുമ നമ്മളായിരുന്നു, हकीकत लो रुहुमा हम थे, ശരിക്കും ലോ അമ്മി നമ്മളായിരുന്നു. हकीकत लो अम्मी हम थे. പക്ഷെ കാൽവറി ക്രൂശിലെ യേശുവിന്റെ രക്തത്താൽ लेकिन कालवरी क्रूस का यीशु का लहू നമ്മൾ से രുഹുമയായി അമ്മിയായി നമ്മൾ മാറി, रुहुमा और अम्मी बन गए. കരുണ ലഭിച്ചവളായി करुणा मिला हुआ बना, ജനമായി നമ്മൾ മാറി. हम प्रजा बन गया. പേര് മാറ്റുന്ന ദൈവപ്രവൃത്തി. कि नाम बदलने वाला परमेश्वर ഹോശേയ രണ്ടാം അധ്യായത്തിൽ പിന്നെ നമ്മൾ വായിക്കുന്നത്, ओशिया 2 में फिर से हम पढ़ते हैं, ഹല്ലേലൂയ, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും, मैं उसे वास करके रेगिस्तान ഞാൻ में ले അവളോട് जाएगा ഹൃദ്യമായി സംസാരിക്കും, और मैं उसे साफ साफ बात ഞാൻ करूंगा, അവളോട് ഇടപെടാൻ പോകുകയാ. मैं उसे बातचीत करूंगा, ഹല്ലേലൂയ, നിന്നെ ഞാൻ മാറ്റാൻ പോകുകയാണെന്ന്. मैं तुझे बदलने वाला हूँ. നിങ്ങൾ എന്നെ കേൾക്കുന്ന സിയോൻ പുത്രി, आज जो मुझे सुनने वाले सियोन की पुत्री, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, मुझे सुनने वाले परमेश्वर के बच्चों, കർത്താവ് നിന്നെ മാറ്റാൻ പോകുകയാ. परमेश्वर तुझे बदलने वाला നിന്റെ है. മഹത്വത്തെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. तेरी महिमा को बाहर लाने നിന്റെ वाला है. കൂടാരത്തെ വിശാലമാക്കാൻ तेरे പോകുകയാ. तंबू को बढ़ाने वाला നിന്റെ है. അതിരുകളെ അകറ്റാൻ പോകുകയാ. तेरा सीमाओं को നിന്റെ बढ़ाने वाला है. കൂടാരത്തിനൊരു ഭാവിയുണ്ടെന്ന് ദൈവാത്മാ പറയുകയാ. आमीन आमीन. तेरे तंबू को भविष्य करके परमेश्वर याद करता ഹർഷകാമന, है. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. हर एक जन प्रार्थना करे, ആത്മാവിൽ ഈ ദൂത് സ്വീകരിച്ചാട്ടെ. आत्मा में वाणी को स्वीकार करो. മൽക്കേ രഗദൽ ഖഡഗ ശാന്തനെ. ഹല്ലേലൂയ. അന്നാളിൽ നീ എന്നെ
ബാലി അതായത് ഉടയവൻ എന്ന് വിളിക്കും. उस दिन तू मुझे मालिक बुलाएगा. ബാലി ഹല്ലേലൂയ. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവൻ എന്നല്ല ഈശി ഭർത്താവേ എന്ന് വിളിക്കും. उस दिन तू मुझे मालिक नहीं पति बुलाएगा. ഇന്ന് വരെ നീ എന്നെ എന്താ വിളിച്ചത്? आज तक तूने मुझे क्या बुलाया? ഉടയവനെ എന്നാ വിളിച്ചത്. कि मालिक बुलाया. വലിയ വചനവെളിപ്പാടുണ്ട് കേട്ടോ. इसे बहुत वचन का प्रकाशन है. പഠിക്കുന്ന സബ്ജക്റ്റാ. हम जो पढ़ने वाले ये हैं. ഉടയവനും ദാസനും തമ്മിലുള്ള ബന്ധമായിരുന്നു ഇന്ന് വരെ. आज तक दास और मालिक का रिश्ता था. കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചകളൊക്കെ പഠിച്ചില്ലേ? पिछले हफ्ते हमने पढ़े. ഞാൻ ദാസൻ, ദൈവം ഉടയവൻ. मैं दास और परमेश्वर स्वामी. ഇതായിരുന്നു ബന്ധം. ये था रिश्ता. പറയാ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിച്ച് मैं उसे वश करके जो रेगिस्तान में लेके उसे साफ साफ बात करके നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്ന് മാറാൻ പോകുകയാണ്. हमारा जो रिश्ता बदलने वाला है. നീ എന്നെ വിളിച്ചത് എന്താ? आज तक तूने मुझे बुलाया क्या? എന്റെ ഉടയവനെ എന്നാ വിളിച്ചത്. मुझे स्वामी बुलाया. ഒരു സ്ലേവ് മാസ്റ്ററെ വിളിക്കുന്നത് പോലെ एक दास अपने मालिक को बुलाते उस प्रकार. ഇന്ന് മുതൽ നീ എന്നെ വിളിക്കുമ്പോൾ ഈസി. आज से तू मुझे बुलाएगा इसी. എന്റെ ഭർത്താവേ, मेरा पति, എന്റെ മണവാള, मेरा दूल्हा. ബന്ധം അങ്ങ് മാറി കേട്ടോ. और रिश्ता बदल गया. ആദ്യത്തെ ബന്ധത്തിൽ ഒരു ഭയമുണ്ട്. पहले का रिश्ते में एक डर था. രണ്ടാമത്തെ ബന്ധത്തിൽ ഭയമില്ലാത്ത ബന്ധമാകട്ടെ. दूसरा जो रिश्ते में डर नहीं है. ശരിയല്ലേ ദൈവമക്കളെ? सही है कि नहीं? ഉടമസ്ഥന് ഭയമുണ്ട്. कि मालिक से डर है. ഭർത്താവുമായിട്ടുള്ള ബന്ധം സ്നേഹബന്ധമാ. कि पति के साथ जो रिश्ता है प्रेम का रिश्ता है. ബന്ധം മാറുകയാണ്. और रिश्ता बदल गया. ദൈവവുമായിട്ടുള്ള നിന്റെ അടുപ്പം മാറിയാൽ, कि परमेश्वर के साथ जो तेरा रिश्ता बदलेगा. ബന്ധം മാറിയാൽ, और रिश्ता जब बदलेगा, വെളിപ്പെടാൻ പോകുന്ന ദൈവികമാകുന്ന അനുഗ്രഹങ്ങളുണ്ട്. तुझे प्रकट होने वाला परमेश्वर की आशीष है. ആഴ്ചകളിലെ മെസ്സേജുകൾ ഒന്നുകൂടെ ഒന്ന് കേട്ടോ കേട്ടോ. कि पिछले हफ्तों के आशीष और एक बार सुनो. ബന്ധം മാറിക്കഴിഞ്ഞാൽ, जब रिश्ता बदलेगा, ആമേൻ, ബന്ധം മാറിക്കഴിഞ്ഞാൽ जब रिश्ता बदलेगा, നിനക്ക് വെളിപ്പെടാൻ പോകുന്ന ദൈവിക അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. तुझे प्रकट होने वाला परमेश्वर की आशीष अलग है. ഇത്ര നാൾ ദാസരായിരുന്ന് आज तक दास बन गए. പ്രാപിച്ചതുപോലെയല്ല മക്കളായി പ്രാപിക്കുന്നത്. आज तक दास बन के जो प्राप्त हो वैसा नहीं है जब बच्चे बन के അതുപോലെ होते അല്ല हैं. നീ അവന്റെ മണവാട്ടിയായി പ്രാപിക്കുന്നത്. उसी प्रकार नहीं है जब तू उसका दुल्हन बन के जो प्राप्त होता है. യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ് നിങ്ങൾ? यीशु के साथ तुम्हारा रिश्ता क्या है? കൊടുക്കൽ വാങ്ങലിന്റെ ബന്ധമാണോ? एक देना और लेने का रिश्ता है क्या? അതോ या ഒരു സ്നേഹബന്ധമാണോ? या एक प्रेम का बंधन है? യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കേ. पर यीशु से गहराई में प्रेम करो. കർത്താവിന്റെ വലിയ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. परमेश्वर का बहुत बड़ा वादा प्रकट होने वाला है. റുഹുമയാകാൻ പോകുകയാണ്. ലോ रुहुमा बनने वाला है. ലോ അമ്മിയാകാൻ പോകുകയാണ്. लो अम्मी बनने वाला है. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ബന്ധം മാറുക. परमेश्वर के साथ जो रिश्ता बदलेगा. ഇതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ എന്താ പറയുന്നത് അറിയാമോ? उसके नीचे की आयत में क्या कहता है? ഹല്ലേലൂയ. 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, उसकी 20वीं आयत से जब पढ़ते ഞാൻ हैं, വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. मैं विश्वस्त होकर तुझे शादी के लिए बुलाऊंगा. हालेलुया. जरा पढ़ लीजिए 20 आयत से 2 का 20 से होशिया 2 का 20 से. हाँ पढ़ लीजिए. और यहोवा की ये वाणी है कि उस समय में आकाश ने सुनकर उसको उत्तर देगा और पृथ्वी भी सुनकर उसे उत्तर देगा. हाँ देखो എന്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്? तो क्या लिखा है? ഞാൻ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. तो मैं विवाह के लिए वो शायद है ना हिंदी में थोड़ा ऊपर नीचे होगा. 19 आयत होगा. 19 आयत में होगा. मैं सदा के लिए तुझे अपनी स्त्री करने की प्रतिज्ञा करूंगा. देखो ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി നിശ്ചയിക്കുന്നു ദൈവം ജനത്തോട് പറയുക. परमेश्वर लोग से कह रहे मैं तुझे अपनी स्त्री बनाऊंगा. ദൈവൻ എന്നുള്ള സിറ്റുവേഷൻ മാറി. क्यों जो दास का सिचुएशन बदल गया. ഹല്ലേലൂയ. ഇപ്പോഴാണ് अभी कौन है? അടുത്ത ബന്ധമാകട്ടെ. अभी पास का बंधन है, रिश्ता है. ബന്ധം എന്താണ്? अभी रिश्ता क्या है? സൗഖ്യം കിട്ടാൻ വേണ്ടി ഒരു ലേൻ ദേനക്ക ബന്ധമാണോ? चंगाई मिलने के लिए लेने देने का रिश्ता है क्या? പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ബന്ധമാണോ? प्रार्थना करेगा तो कुछ तो मिलने वाला रिश्ता है क्या? അത് ഭിക്ഷക്കാരന്റെ ബന്ധമാണ് കേട്ടോ. वो भिखारी का रिश्ता है. പക്ഷേ എനിക്ക് നിനക്കുമുള്ളത് ഭിക്ഷക്കാരന്റെ ഉടമസ്ഥതയിലുള്ള ബന്ധമല്ല. हालेलुया. हमारा और तुम्हारा जो रिश्ता है वो भिखारी और मालिक का रिश्ता नहीं है. ഹല്ലേലൂയ. आमीन आमीन. ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു. एक परमेश्वर दास ने इस प्रकार प्रचार किया അനേകരും ഭിക്ഷക്കാരാണ്. कि परमेश्वर के बच्चे बहुत सारे लोग भिखारी हैं. നമ്മൾ അപ്പാന്നൊക്കെ വിളിക്കും. हम अप्पा बुलाते പക്ഷേ हैं ഭിക്ഷക്കാരെ വിളിക്കുന്നില്ല. और
भिखारी बुलाते वैसे भिखारी बुलाते उस നമ്മുടെ प्रकार നാട്ടിലൊക്കെ ഭിക്ഷക്കാരെ എങ്ങനെ വിളിക്കുന്നത്? അമ്മേ വല്ലതും തരണേ. हमारे गांव में कैसे बोलते हैं, माई कुछ तो दो। അകത്തിരിക്കുന്ന അമ്മയാണോ? अंदर माई है ഒരു क्या? ബന്ധവും ഇല്ല. कोई रिश्ता नहीं है। അതുപോലെ നമ്മൾ കർത്താവിനെ അപ്പാ വല്ലതും തരണേ. आमेन, हालेलुया। ഭിക്ഷക്കാരന്റെ വിളിയാ കേട്ടോ. उसी प्रकार हम भी बुलाते हैं, अप्पा कुछ तो देना, वो भिखारी का बुलावट है। വീടിന്റെ വെളിയിൽ വന്ന് ഭിക്ഷക്കാരെ വിളിക്കുക, അപ്പാ വല്ലതും തരണേ. घर के बाहर आके बोलते हैं भिखारी की, अप्पा कुछ तो दे। അപ്പം 10 രൂപ എടുത്തു കൊടുത്തു, पिता ने 10 रुपया दिया, തിരിച്ചു പോയി അവൻ. वो लौट गया। ഇങ്ങനെ ദൈവമായിട്ട് ബന്ധമുള്ളവരുണ്ട്. ऐसे परमेश्वर रिश्ता है। അത്യാവശ്യം സൗഖ്യം വേണ്ടപ്പം വന്നിട്ട് പറയും, അപ്പാ എനിക്ക് സൗഖ്യം വേണേ, അപ്പം സൗഖ്യം തരും. जब चंगाई का जरूरत बोलते, अप्पा हम मुझे चंगाई चाहिए, अप्पा चंगाई देते। സിറ്റൗട്ടിന്റെ വെളിയിലേ നിൽക്കത്തുള്ളൂ കേട്ടോ. लेकिन वो आंगन में ही खड़ा रहेगा। आमेन। അതാണോ നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള ബന്ധം? क्या वो है आपका यीशु के साथ रिश्ता? ആവശ്യം വരുമ്പോൾ ഓടി വന്ന് അപ്പാന്ന് വിളിക്കുന്ന ബന്ധം നിർത്ത്. आमेन, आमेन। जब जरूरत के समय में आके अप्पा बोलने वाला अवस्था को बंद करो। ഉടയവനും ദാസനും എന്നുള്ള ബന്ധം മാറ്റ്. कि दास और स्वामी का जो रिश्ता है उसको ഇന്നു बदलो। മുതൽ നീ പറ, അവൻ എന്റെ ഈസിയ, എന്റെ അരുമനാഥനാ. आज से तू बोलो, मेरा इसी है, वो मेरा परमपिता എന്റെ है, വിവാഹ നിശ്ചയം കഴിഞ്ഞതാ കേട്ടോ. मेरा उसके साथ मंगनी हुआ है, ഞാൻ അവന്റെ മകനാ കേട്ടോ. मैं उसका बेटा हूँ। ഞാൻ ദാസത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവനല്ല. आमेन, आमेन। मैं दासत्व का आत्मा को नहीं എന്റെ प्राप्त किया അകത്ത് है। വ്യാപരിക്കുന്നത് അപ്പാ പിതാവേ എന്ന് ഉള്ളിൽ നിന്ന് വിളിക്കത്തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവാണ്. मेरे अंदर दासत्व का आत्मा नहीं है, मेरे अंदर जो है पुत्रत्व का आत्मा है, जो अंदर से बुलाता है, अब्बा पिता। അർദ്ധമാന റംശൽ ഖമനെ. ഞാൻ ദാസിയുടെ മകനല്ല, मैं दासी का ഞാൻ संतान नहीं है, സ്വതന്ത്രയുടെ മകനാ. मैं आजाद स्वतंत्रता का बेटा ഞാൻ है, ഹാഗാറിന്റെ മകനല്ല, मैं आघार का बेटा ഞാൻ नहीं है, സ്വതന്ത്രയുടെ മകനാ. मैं स्वतंत्रता का बेटा हूँ, ഞാൻ യേശു ക്രിസ്തുവിന്റെ പൈതലാ. मैं यीशु मसीह का बच्चा हूँ, അൽഖമന റംശൽ ഖമന. ഞാൻ യേശുവിന്റെ മകനാ, मैं यीशु का बच्चा हूँ, സ്വതന്ത്രയുടെ മകനാ. मैं स्वतंत्रता का बच्चा हूँ। കരങ്ങളെ ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചാട്ട് മനരംശൽ ഖമന. ദൈവ സാന്നിധ്യത്തിന്റെ വലിയ ശക്തി ഈ പകൽക്കാലം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. यीशु मसीह का सामर्थ्य को आज यहाँ प्रकट होने दे, यीशु मसीह के नाम से। ജമാനരംശൽ ഖമന രഗദലെ ഹൽഖമനരംശൽ ഖമന രഗദലെ. ഇതിന്റെ പേര് മാറ്റാൻ പോകുകയാണെന്ന്. तेरा नाम को बदलने वाला है। പേര് ഇന്ന് വരെ എന്താണെന്ന് അറിയാമോ? आज वो नाम क्या है? ഹല്ലേലൂയ. തള്ളപ്പെട്ടത്, जो त्यागा हुआ, ഉപേക്ഷിക്കപ്പെട്ടത്. जो छोड़ा हुआ, പക്ഷെ നിനക്കൊരു പുതിയ പേര് തരാൻ പോകും. लेकिन तुझे एक नया नाम देने वाला है। ഒരു 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 സാധാരണ പേരല്ല, एक साधारण नाम नहीं, അപ്പനും അമ്മയും ഇട്ട പേരല്ല, माता पिता ने डाला हुआ नाम नहीं, നാട്ടുകാരൻ നിന്നെ കണ്ടു വിളിച്ച പേരല്ല, लोगों ने तुझे देख के बुलाया हुआ नाम नहीं, നാട്ടുകാരൻ നിന്നെ ശാപമെന്ന് വിളിച്ചു, दुनिया ने तुझे शाप बुलाया, നാട്ടുകാരൻ നിന്നെ പനോത്തി എന്ന് വിളിച്ചു. दुनिया ने तुझे पनवती बुलाया, അങ്ങനെ നാട്ടുകാർ പലതും വിളിച്ചു. वैसे दुनिया ने काफी सारी चीजें നാട്ടുകാരൻ बुलाया, നിന്നെ മാറ എന്ന് വിളിച്ചു. दुनिया ने तुझे मारा പക്ഷെ बुलाया, മാറയെ മധുരമാക്കുന്നവൻ लेकिन मारा को मधुर करने वाला, നിന്റെ പേര് മാറ്റാൻ പോകുകയോ? वो तेरे नाम को बदलने वाला है। आमीन। മച്ചിയായവളെ, जो बांझ है, നാട്ടുകാർ വിളിച്ച പേര് മാറ്റാൻ പോകുകയാ. जो दुनिया ने बुलाया नाम को बदलने നാട്ടുകാർ वाला വിളിച്ച है, പേര് മാറ്റാൻ പോകുകയാ. दुनिया ने जो बुलाया नाम बदलने वाला है। മക്കളുടെ അമ്മയെന്ന് നിന്നെ വിളിക്കാൻ പോകുകയാ. आमीन, आमीन, आमीन। वो तुझे മശൽ माँ ഖമന बुलाने वाला സ്വീകരിച്ചോ. है। आमीन, ജബലകൾ स्वीकार करो। കശഖമന. പേര് മാറ്റാൻ പോകുകയാണ്. नाम को बदलने वाला है। പേര് മാറ്റി കഴിഞ്ഞാൽ जब नाम बदलेगा, നിനക്കൊരു കൊയ്ത്ത് വെളിപ്പെടുമെന്ന്. तुझे कटनी प्रकट होगा। നീ ദൈവമായിട്ടുള്ള ബന്ധം പുതുക്കി കഴിഞ്ഞാൽ तेरा परमेश्वर जो रिश्ता नया നവമി होगा, നീ മടങ്ങി വരാൻ തയ്യാറായി. नाओमी तू लौट आएगा। तो അതുകൊണ്ട് നീ മടങ്ങി വരാൻ തയ്യാറായി. अगर तू लौट आने को ഹോശേയ तैयार है, 12:6 പറഞ്ഞതുപോലെ होशे 12:6 में जिस നീ प्रकार മടങ്ങി का, വന്ന് ന്യായം പ്രവർത്തിച്ച നിന്റെ ദൈവത്തിനായി കാത്തിരിക്കാൻ തയ്യാറായാൽ अगर तू लौट आके धार्मिकता के साथ परमेश्वर के लिए अगर इंतजार करता ദൈവത്തിന്റെ है സന്ദർശനം വെളിപ്പെടാൻ പോകുകയാണ്. कि परमेश्वर का संदर्शन प्रकट ദൈവത്തിന്റെ होगा, ജനത്തെ സന്ദർശിക്കുമ്പോൾ परमेश्वर जो अपने प्रजा को നിന്നെ पास आएंगे, കൈവിടത്തില്ലെന്ന്. तुझे त्यागेगा नहीं। ദൈവം തന്റെ ജനത്തിന്റെ സ്തുതിയെ മാറ്റുമ്പോൾ परमेश्वर जो अपने लोगों की अवस्था को അതിന്റെ बदलेगा, ഒരു പോർഷൻ നിനക്കും കിട്ടാൻ പോകുകയാണ്. उसमें से एक हिस्सा तुझे भी मिलेगा। ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക. मैं आत्मा में विश्वास വരുന്ന करता हूँ ദോഷങ്ങളിൽ ദൈവ സഭയ്ക്കകത്ത് പ്രവർത്തിക്കാൻ പോകുകയാണ്. कि मैं आत्मा में विश्वास करते इन दिनों परमेश्वर ദൈവം कलीसिया में कार्य ബേത്ലഹേമിനെ करेगा। സന്ദർശിക്കാൻ പോകുകയാണ്. परमेश्वर यहाँ जब उस बेतलेहम में ദൈവം संदर्श- ബേത്ലഹേമിനെ സന്ദർശിക്കുമ്പോൾ जब परमेश्वर बेतलेहम में जाएगा, വയലിന്റെ ഉടമസ്ഥർക്ക് മാത്രമല്ല, किस केवल मालिक को ही नहीं, പരദേശിയുടെ വീട്ടിൽ വരെ അതിന്റെ പോർഷൻ, അതിന്റെ അനുഗ്രഹം വെളിപ്പെടാൻ പോകുകയാണ്. कि परदेशी का जो घर में भी उसका एक हिस्सा, उसका एक आशीष प्रकट होगा। കഴിഞ്ഞ വർഷം കൊയ്തപ്പോൾ जब पिछले साल कटा, കൊയ്തപ്പോൾ जब पिछले साल कट्टी में ഉടമസ്ഥൻ പറഞ്ഞു, जो मालिक ने कहा വളവ് മോശമാ,
कि कम हुआ है फसल, വിളവ് മോശമാണ്. फसल कम हुआ है, ഹല്ലേലൂയ. അതുകൊണ്ട് പിടിച്ചു വെച്ച് കൊയ്തോണം കേട്ടോ. इसलिए पकड़ के रखे काटना, ഒറ്റ കയ്യിൽ നിന്ന് പോകല്ലേ. कुछ भी नीचे नहीं ഈ जाना है. വർഷം ഉടമസ്ഥൻ പറയാൻ പോകുക. इस साल मालिक कहता है, ആരാ പുതുതായിട്ടൊരു പെൺകുട്ടി വയലിൽ? कौन है जो नया जो लड़कियां है खेत में? നവോമിയുടെ കൂടെ വന്ന രൂത്താ കേട്ടോ. वो नवमी के साथ आया रूत है, ഉടമസ്ഥൻ പറയാൻ പോകുക. और मालिक कहता है, കേട്ടോ മോളെ, एक बेटी വേറെ ഒരു വയലിലും പോകണ്ട. दूसरा कोई खेत में मत എന്റെ जाओ. വയലിൽ നിനക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. हालेलुया लॉर्ड, ഹശകാന. ജനത്തെ ദൈവം സന്ദർശിച്ചു जब കഴിഞ്ഞാൽ लोगों के पास परमेश्वर पहुंचेगा, ഒരു പ്രതീക്ഷയുമില്ലാത്ത നിന്നെ നോക്കി हालेलुया, जहां कोई उम्मीद नहीं है तुझे देख के, സ്വർഗ്ഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അവകാശങ്ങളെ വീതം വെച്ച് തരാൻ പോകുക. स्वर्ग का परमेश्वर तुझे हक देंगे. കേട്ടോ മകളെ, देखो बेटी, വേറെ ഒരു വയലിൽ പോകണ്ട. बेटी तुझे दूसरा कोई ഈ खेती में नहीं വയലിൽ जाना है, തന്നെ പറക്കിക്കോ. यही खेती में काम कर. എന്നിട്ട് കൊയ്ത്തുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, उसके बाद कटनी वालों को बुला के നിങ്ങളുടെ ना, കയ്യിൽ നിന്ന് വലിച്ചിട്ട് കൊടുത്തോളാൻ. बोला तेरे हाथ से फेंक के എടാ दे. ബോവസേ, എന്തിനാ നീ അങ്ങനെ പറയുന്നത്? बोगस तुझे इस प्रकार क्यों बोल रहे? ബോവസിനൊരു മറുപടി ഉണ്ട്. बोगस का एक उत्तर है, എനിക്കൊന്നിനും കുറവില്ല. मुझे किसी चीज में कमी नहीं എന്നെ है, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. मुझे परमेश्वर ने आशीषित അപ്പൊ किया ഞാൻ है, വലിച്ചിട്ട് കൊടുക്കാൻ പോകുക. इसके लिए मैं इसे फेंक के देने वाला हूँ. വലിച്ചിട്ട് കൊടുത്താലും मैं पहले फेंक के എന്റെ दूं, ഭണ്ഡാരത്തിന് കുറവില്ലെന്ന്. मेरे भंडार में कोई कमी नहीं കാരണം है, ബേത്ലഹേമിനെ ദൈവം അനുഗ്രഹിച്ചെന്ന് क्योंकि बेतलेहम को परमेश्वर ने आत्मा में आशीषित फर्क किया. आता आमीन बोलो. വലിച്ചിട്ട് കൊടുക്കത്തക്കവണ്ണം कि फेंक के देने तक ഒരു आमीन. സമൃദ്ധിയിലേക്ക്, ഒരു സമൃദ്ധിയിലേക്ക് एक समर्थी में ഷെയർ ചെയ്യത്തക്കവണ്ണം, एक बांटने के लिए ഒരു സമൃദ്ധിയിലേക്ക് एक समर्थी में സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനെ നടത്താൻ कि പോകുക. स्वर्ग का परमेश्वर मुझे बांटने के लिए एक समर्थी में ले ഇനിമേൽ आएगा. ഞാൻ മാറയല്ല, अब इसे मैं मारा नहीं हूँ, ഇനിമേൽ ഞാൻ മാറയല്ല, अब से मैं मारा नहीं ഞാൻ हूँ, മധുരമാണെന്ന്. मैं मधुर हूँ. आमीन. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുബാന റംശൽ ഖമന രഗദലെ ഹർദമാന റംശൽ ഖമന ഹദല റംശൽ ഖമന. നിന്റെ ബന്ധം കർത്താവുമായിട്ടുള്ള ബന്ധം മാറട്ടെ. मेरे परमेश्वर के साथ जो रिश्ता हो बदलने दे. आमीन. നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിച്ച് അവൻ നിന്നെ അടുപ്പിക്കും അവനിലേക്ക്. वो मुझे वास करके रेगिस्तान में ले गया कि मुझसे साफ साफ बात करके वो मुझे अपने पास लाएगा. ഗോമറിന്റെ ചരിത്രം അറിയാമല്ലോ. ഗോമറിന്റെ ചരിത്രം, गोमर का आपको इतिहास ഹോശിയ पता है. വിവാഹം കഴിച്ച ഗോമറിന്റെ ചരിത്രം. होशा को जिसे शादी की गोमर जो है, അവള് വളരെ മോശപ്പെട്ട ഒരു ജീവിതം നയിച്ച ഒരു वो बहुत गलत जीवन जिया वो एक ഇങ്ങനെ स्त्री है. ചരിത്രം പറയുന്നത്. ऐसे इतिहास कहता है ഈ സ്ത്രീകളെ വിൽക്കുന്ന ചന്തകളുണ്ട് അല്ലേ? कि उस स्त्रियों को बेचने वाला बाजार है. ഹല്ലേലൂയ. അവിടെ നിന്ന് വളരെ മോശപ്പെട്ട ജീവിതം നയിച്ച ഒരുത്തിയെ വാങ്ങിച്ചോണ്ട് വന്നതാ. एक बहुत गलत जीवन जीवा एक स्त्री को खरीद के लाया. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒക്കെ ഇങ്ങനെയാ കേട്ടോ. इसका इतिहास इस प्रकार है. ഇവള് ഗോമർ ഹോശയെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? गोमर होशा को क्या कहता है? ഉടയവനെ ബാലി എന്നാ आमीन വിളിക്കുന്നത്. आमीन हालेलुया. मालिक बुलाता है, സ്ലൈവാ. वो दास है, സ്ലൈവാ. वो दास है. പക്ഷെ കർത്താവ് പറയുക, लेकिन परमेश्वर कहता ഞാൻ है ഇവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ പോകും. मैं इसको वास करके रेगिस्तान में ले जाएगा. spend some time with her. Hallelujah. Now she is having a fear. Hallelujah. അവളുടെ അകത്ത് എന്നെ കുറിച്ചൊരു ഭയമുണ്ട്. क्यों? परमेश्वर कहते हैं उसके अंदर मेरे बारे में एक डर है. എന്താ ഭയം? क्या है डर? ഞാൻ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ചു आमीन കൊണ്ടുവന്നവളാ. हालेलुया. मैं जो എത്ര വലിയ- दास के बाजार से खरीदा हुआ എത്ര है, വലിയ പ്രവാചകനാണെങ്കിലും भले कितना बड़ा भविष्य ദൈവം क्यों ना, പറഞ്ഞാലും परमेश्वर कहेगा എന്നെ तो അത്രയും സ്നേഹിക്കാൻ പറ്റുമോ? क्या मुझसे उतना प्रेम करेगा? Are you listening me? क्या मुझे सुन रहे എന്റെ हैं? പാസ്റ്റ് അവൻ അറിയാം. वो मेरे इतिहास को जानता എന്റെ है, പരാജയങ്ങൾ അവൻ അറിയാം. वो मेरे कमियों को ഞാനൊരു जानता है, മാറയാണ്. वो मैं एक मारा हूँ, I am not worthy to be his wife. Hallelujah. मैं उसका दुल्हन बनने का योग्य नहीं है, I can be a mistress or something like that. मैं Hallelujah. उसकी पत्नी नहीं हो सकता. മറ്റു പല പേരിലും എന്നെ വിളിക്കും കേട്ടോ. दूसरे बहुत सारे नाम से मुझे बुलाएगा. മനസ്സിലാവുന്നുണ്ടോ? आमीन हालेलुया. പക്ഷെ പറയുക, लेकिन कहता है ഞാൻ നിന്നെ കൊണ്ട് മരുഭൂമിയിൽ പോകാൻ പോകും. मैं तुझे लेके रेगिस्तान में ले जाएगा, time with you. मैं तेरे के साथ कुछ समय I बिताऊंगा, am going to impress you. मैं तुझे इम्प्रेस करूंगा, I am going to convince you मैं तुझे that I समझाऊंगा truly love you. ताकि मैं तुझसे सच I am सच प्रेम going to करता हूं. show, I am going to manifest, I am going to express my love towards you. मैं तुझसे अपना जो हकीकत का जो सच्चाई से जो प्रेम है वो प्रेम तुझे प्रकट करके दूंगा. ഞാനൊരു സ്നേഹം വെളിപ്പെടുത്താൻ मैं പോകുകയാണ്. मेरा प्रेम को प्रकट करेगा. കോമറേ, गोमर, ദൈവം പറഞ്ഞതുകൊണ്ട് परमेश्वर ने कहा ജബർദസ്തി നിന്നെ കെട്ടിയതല്ല. हालेलुया. परमेश्वर ने बोला बोल के जबरदस्ती नहीं എനിക്ക് तुझसे നിന്റെ शादी किया. സ്നേഹമാണെന്ന് നിന്റെ പാസ്റ്റ് ഓർക്കാതെ, तेरा पास्ट को നീ पुराना ആരെന്ന് जानते हुए, ഓർക്കാതെ, നീ ആരെന്ന് ഓർക്കാതെ, तू कौन है ना देखते हुए,
ലോ റുഹുമയാകുന്ന നിന്റെ മക്കളെ, ലോ അമ്മിയാകുന്ന നിന്റെ മക്കളെ ഞാൻ എത്ര വാത്സല്യത്തോടെ സ്നേഹിക്കുന്നെന്ന് ഞാൻ തെളിയിക്കാൻ പോകുകയാ. आमीन हालेलुया. Are you listening me? क्या आप मुझे सुन रहे हैं? Oh, I experienced such a great anointing today morning. मैं बहुत बड़ा अभिषेक को सामत को प्राप्त ये कर रहे हैं. പ്രാർത്ഥനയോട് സ്വീകരിച്ച एक वचन आप प्रार्थना के साथ स्वीकार करें ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ അകത്ത് വലിയ സർജറി ചെയ്യുകയാ. कि मुझे पता है परमेश्वर के हाथ में कुछ लोगों के अंदर कार्य कर रहे हैं. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില ഫീലിംഗ്സിന്റെ Amen. ചില गार्ड बन के क्या बोलते हैं ट्यूमर बन के उन चीजों को प्रभु आत्मा निकाल रही आज. നമ്മുടെ ഹൃദയത്തിനകത്ത് ചില ചിന്തകളുണ്ട്, ഭാരമുണ്ട്, ചില ട്യൂമർ ആയതിനെ ഈ വചനം ദൈവം എടുത്ത് അടങ്ങിയിട്ട് മാറ്റുക. നിങ്ങളുടെ അകത്തുള്ള ചില ഹമ്മശക്കേൽക്കെ അതിൽ പന്തന ഞാൻ ദൈവത്തിന് വേണ്ടാത്തവളാണ്, ഞാൻ തകർന്നവളാണെന്നൊക്കെയുള്ള ചിന്തകളെ ദൈവം ഇന്ന് പകൽക്കാലം വലിച്ചു പുറത്തെടുക്കുകയാ. कि ये वचन के द्वारा हम जो दिल में सोचते हैं कि मैं एकदम गया गुजरा है, परमेश्वर मुझसे प्रेम नहीं करता है, परमेश्वर का मैं योग्य नहीं है, और वैसे inner- चिंताओं को विचारों को ഒരു परमेश्वर बाहर ഇന്നർ निकाल रहा है. ഹീലിംഗ്, ഒരു ഇന്നർ ഹീലിംഗ്. आमीन हालेलुया. और inner healing. एक अंदर से एक शंकापन. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കിയിട്ട് കാണുന്നു. कुछ लोगों को देख के परमेश्वर की आत्मा कहता है ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോടെ ആരോ ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്ക് നടുവിലുണ്ട്. कोई तो है एक बहुत बड़ा इस प्रकार की सोच के साथ है कि मैं कोई भी त्यागी नहीं है, मैं पूरा നിങ്ങൾ परमेश्वर का പറയുന്നു ഞാൻ भक्त हूं. വർത്തിയല്ലെന്ന്. आप कहते हैं कि मैं परमेश्वर का പക്ഷേ योग्य नहीं है, പരിശുദ്ധാത്മ പറയുന്നു लेकिन पवित्र आत्मा heaven is कहता going है to prove that. कि पवित्र आत्मा साबित करेगा, സ്വർഗ്ഗം തെളിയിക്കാൻ പോകുക स्वर्ग को साबित നിന്നെ करेगा എത്ര സ്നേഹിക്കുന്നെന്ന്. कि वो तुझसे कितना प्रेम करता है. ഇന്നുവരെ നീ വിളിച്ച റിലേഷൻ മാറാൻ പോകുക. आमीन आमीन. आज तक तूने जो पुकारा हुआ रिश्ता തോമറേ, बदलने वाला ഇന്നുവരെ നീ है. എന്നെ വിളിച്ചത് ഉടയവനെന്നാ. आज तक तूने मुझे बुलाया स्वामी मालिक, നീ എന്റെ ബാലിയാണെന്നാ പറഞ്ഞത്. तू मुझे मालिक बुलाया, എനിക്ക് അത്രമേ അർഹതയുള്ളെന്നാ പറഞ്ഞത്. तूने बोला उतना ही मेरा हक है. പക്ഷേ ഇന്നു മുതൽ लेकिन आज से നീ എന്നെ ഈസി എന്ന് വിളിക്കാൻ തുടങ്ങി. आज से तू मुझे इसी बुलाएगा. സങ്കല്പിച്ചേ, आप जरा कल्पना करो, ഹോശിയായും ഗോമറും കൂടെ മരുഭൂമി തിരിച്ചു വരുമ്പോൾ होशिया और ग्रोमर जो है कि रेगिस्तान से लौट आता है, ഹോശിയായി നോക്കിട്ട് വിളിച്ചു ഈസി. कि गोमर ने होशिया को देख के बोला അപ്പൊ इसी. ഹോശിയ തിരിഞ്ഞു ചോദിച്ചു, നീ എന്താ വിളിച്ചത്? तो उसने पूछा तूने क्या बुलाया ഇന്നലെ हमें? വരെ നീ എന്നെ ബാലി എന്നല്ലേ വിളിച്ചത്? आज तक तूने मुझे भाली നീ बुलाया, എന്താ വിളിച്ചത്? आज तूने क्या അവൾ बुलाया? ഒരു ചെറിയ നാണത്തോട് പറഞ്ഞു, उसने शर्मा के बोला ഈസി എന്നാ വിളിച്ചത്. इसी है बोला. നീ मैं എന്റെ ഉടയവനല്ല, तू मेरा मालिक നീ स्वामी എന്റെ नहीं है, അരുമനാഥനാണ്. तू मेरा. ഓ ശകാമൻ, എനിക്കൊരു കാര്യം ബോധ്യമായി. मुझे एक चीज पता चला, എല്ലാ സ്നേഹവും നൽകി എന്നെ നീ സ്വീകരിച്ചത്. पूरा सच्चा प्रेम से तूने मुझे स्वीकार किया है. Change your relation with Jesus. कि यीशु के साथ जो रिश्ता है उसे बदलो. आमीन. അതിന്നുള്ള ബന്ധത്തിൽ നിന്ന് അതിലപ്പുറമായ ഒരു സ്നേഹബന്ധമായി മാറട്ടെ. वो आज जो रिश्ता है वो नहीं, उससे भी बढ़कर एक रिश्ता बने. പറയട്ടെ, എന്റെ എല്ലാം എല്ലാമാണ് യേശു. तू बोल मैं सब कुछ है यीशु. ഹല്ലേലൂയ. ഈ ഗോമറിന്റെ കഥ, एक गोमर का जो कहानी है ഗോമർ ഹോശിയായി വിട്ടു. ഈ മക്കളെല്ലാം ഉണ്ടായിട്ട് ഹോശിയായി വിട്ടുപോയെന്നാ പറയുന്നത്. कि गोमर के बारे में कहते हैं बच्चे सब होने के बाद उसे होशिया को छोड़ के ചന്തയിൽ गया, നിന്ന് അവളെ വാങ്ങിച്ചോണ്ട് വന്ന് തിരിച്ച് पर मैं उसने वो जो बाजार से खरीद के लेके आया था. ആരെങ്കിലും ചെയ്യും? कोई करेगा क्या? എന്നിട്ട് ദൈവം ഹോശിയായിലൂടെ പറഞ്ഞു, और होशिया के साथ ഇതാ बोला ഞാൻ എന്റെ ജനത്തോട് ചെയ്യുന്നത്. मैं ये है मेरे प्रजा के साथ എന്നെ कहते हैं, വിട്ടുപോയി പാപം ചെയ്ത ജനത്തെ मुझे जो छोड़ के जो किया पाप किया लोगों को, ചന്തയിൽ വിൽക്കാൻ വെക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ നിൽക്കുന്ന ആ വ്യക്തിയെ कि गुलाम जो दास के जो बाजार में जो बेचने के लिए खड़ा हुआ स्त्री के समान, ഇന്നത്തെ കാലത്ത് അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ഒക്കെ വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ട് കേട്ടോ. वैसे जो गुलामों को बेचने वाला बाजार था, അവിടെ ചെന്നിട്ട് ഹോശിയ ഗോമറിനെ വാങ്ങിക്കുക. ഹല്ലേലൂയ. वहां जाके होशिया जो है गोमर को खरीदता है തിരിച്ചു വാങ്ങിച്ചോണ്ട് വരികയാ. और खरीद के लाता है. आमीन. ഹല്ലേലൂയ. വാങ്ങിച്ചോണ്ട് വന്നിട്ട് और खरीद के लाके ഇവള് പറഞ്ഞു, ഞാൻ ആരാണ്? ഞാൻ ഇപ്പോൾ ദാസിയാ. वो कहते हैं मैं अभी दासी हूँ. പറയുന്നത് എന്താണെന്നറിയാമോ? क्या कहते हैं? അല്ല, नहीं, എന്റെ പാസ്റ്റ് ഒന്നും ഓർക്കാതെ तेरा पिछला कोई मैं याद ना ദൈവം എന്താ करते हुए. പറയുന്നതെന്നറിയാമോ? എന്നെ തള്ളിക്കളഞ്ഞ് വിട്ടുപോയാലും परमेश्वर क्या कहते हैं? मुझे तू त्याग के चले जाएगा तो ഞാൻ भी. നിന്നെ വിലക്ക് തിരിച്ചു വാങ്ങിച്ചു. आमीन हालेलुया. मैं तुझे मूल दे के खरीदा है. ദാസിയാക്കുന്നല്ല, ദാസനാക്കുന്നല്ല. दासी या दास बनाऊंगा बोल के नहीं. നഷ്ടപ്പെട്ട ഒരു പൊസിഷനും നഷ്ടപ്പെടാതെ, जो भी तूने खोया कोई भी चीजों को ना खोते हुए റീഇൻസ്റ്റേറ്റ് ചെയ്ത് तुझे फिर से रिस्टोर करके അതേ ബന്ധത്തിലേക്ക്, അതേ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് वही रिश्ता में वही प्रेम में लाके ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. मैं तुझे स्वीकार करने को तैयार है. ജീവിതത്തിലൊക്കെ ഒത്തിരി പരാജയം പറ്റിയിട്ടും तुझे बहुत सारे पराजित होने के बावजूद തള്ളിക്കളയാത്ത കർത്താവ്, जो तुझे नहीं त्यागने I वाला think परमेश्वर. I'm giving counseling to someone. Hallelujah. मैं किस लोगों को काउंसलिंग कर रहे हैं. എത്രയോ തോൽവി എനിക്ക് പറ്റിയിട്ടുണ്ട് ദൈവമക്കളെ. कितने सारे पराजय मुझे हुआ है, പക്ഷെ തള്ളിക്കളയാതെ फिर भी मुझे नहीं त्यागा. ഇന്നും കൃപയുടെ
ഹല്ലേലൂയ മറവിൽ മറച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ अगर आज भी अनुग्रह के से मैं छुपा के तुम्हारे सामने खड़ा किया അതിന്റെ तो കാരണം उसका कारण ഹോശിയയുടെ പുസ്തകത്തിലൂടെ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ അളക്കാനാവാത്ത കരുണയാണ്, സ്നേഹമാണ്. और होशिया के किताब से जो प्रकट हुआ, जो नहीं नापा जा सकता, करुणा और प्रेम है. എന്താണ് ഫലം? क्या है फल? മടങ്ങി വന്നു കഴിഞ്ഞാൽ जब लौट आएगा, വചനം പറയുന്നു, वचन कहता है ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. उस दिनों में मैं उत्तर देगा करके परमेश्वर നിങ്ങൾ कहता മടങ്ങി है. വരാൻ തയ്യാറാണോ? क्या हम लौट आने को तैयार है? കർത്താവ് ഉത്തരം തരാൻ തയ്യാറാണ്. परमेश्वर उत्तर देने को तैयार है. ഞാൻ ഉത്തരം നൽകും. मैं उत्तर दूंगा. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. मैं आकाश को उत्तर दूंगा. അത് ഭൂമിക്ക് ഉത്തരം നൽകും. वो पृथ्वी को उत्तर देगा. കണക്ഷൻ ആകട്ടോ. बहुत बड़ा कनेक्शन है. ദൈവം നിനക്ക് ഉത്തരം തരുന്നു. परमेश्वर तुझे उत्तर देगा. നിനക്ക് ദൈവം ഉത്തരം നൽകുമ്പോൾ, जब तुझे उत्तर देगा, ദൈവം നിനക്ക് ഉത്തരം നൽകുമ്പോൾ, जब परमेश्वर तुझे उत्तर देगा, നാളുകളായിട്ടുള്ള നിന്റെ യാചനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ, നാളുകളായിട്ടുള്ള നിന്റെ യാചനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ, सालों से जो तेरा प्रार्थना है उसको जब उत्तर देगा, ദൈവം നിനക്ക് എങ്ങനെ ഉത്തരം തരുന്നെന്ന് അറിയാമോ? परमेश्वर तुझे कैसे उत्तर देगा? എവിടെയൊക്കെ നിനക്ക് ഉത്തരം വെളിപ്പെടാനുണ്ടോ ആ മേഖലകളെയൊക്കെ ദൈവം തൊടാൻ आमीन പോകുകയാണ്. आमीन. जिस जिस मंडल में तुझे उत्तर देना बाकी है, वो सारे मंडल में छुएगा. ദൈവം ആദ്യം ആകാശത്തോട് കൽപ്പിക്കാൻ പോകുകയാ. परमेश्वर सबसे पहले आकाश को वाणी देगा. ഹലോ, ആകാശത്തോട്. आकाश से. എന്തുകൊണ്ട് ആകാശത്തോട്? क्यों आकाश को? ബേത്ലഹേമിലെ കഴിഞ്ഞ നാളുകളിലെ ക്ഷാമത്തിന്റെ കാരണം ആകാശം അടഞ്ഞതാ. कि बदलेहम में पहले समय का जो अकाल का कारण क्या है? आकाश बंद हुआ. ദൈവം ഉത്തരവരുളാൻ പോകുകയാ. परमेश्वर उत्तर देने वाला है. ദൈവം ഉത്തരവരുളുമ്പോൾ जब परमेश्वर उत्तर ആദ്യം देगा, ആകാശത്തോട് പറയും, वो आकाश से कहेगा, ഇന്ന് വരെ തടഞ്ഞ മഴ അങ്ങോട്ട് പെയ്യട്ടെ. आज तक जो रुका हुआ बारिश आने दे. അപ്പൊ ആകാശം ഭൂമിയോട് പറയും, तो आकाश पृथ्वी से ഇന്ന് വരെ कहेगा, തടയപ്പെട്ട കൊയ്ത്ത് പൊങ്ങി വരട്ടെ. आज तक ഹല്ലേലൂയ. जो അതല്ല, റംശൽ ഖമാന. Are you listening me? आकाश पृथ्वी से कहेगा, आज तक जो रोक कर कटनी को आने दे. ഹമനരം ശഖേമനെ. നിങ്ങൾ മടങ്ങി വരാൻ തയ്യാറായ? आप लौट आने को तैयार है. യഥാർത്ഥ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറായ? सही रिश्ते में अगर लौट आता है, നവോമി നീ എല്ലാ കാലത്തും മാറയായിട്ടിരിക്കത്തില്ല. नवमी तू हर समय मारा ദൈവം തന്റെ नहीं ജനത്തെ बैठेगा. സന്ദർശിക്കും. परमेश्वर जो अपने അവൻ प्रजा के पास ആകാശത്തിന്റെ आएगा, കിളിവാതിലുകളെ തുറക്കും. वो आकाश के झरोखों को खोलेगा. നഷ്ടപ്പെട്ട കൊയ്ത്ത് മടങ്ങി വരും. जो नष्ट हुआ कटनी जो है लौट के मिलेगा. നഷ്ടപ്പെട്ട കൊയ്ത്ത് യേശുക്രിസ്തുവിൻ നാമത്തിൽ മടങ്ങി വരട്ടെ. यीशु मसीह के नाम से नष्ट हुआ जो कटनी है लौट आए. ഭൂമിക്ക് ഉത്തരം നൽകും. वो पृथ्वी को उत्तर देगा. ദൈവം നിനക്ക് ഉത്തരം തരുമ്പോൾ, परमेश्वर जब तुझे उत्तर देगा, ദൈവം നിന്റെ വിഷയങ്ങൾ എവിടെയൊക്കെയാ ബന്ധിക്കപ്പെട്ടത് അവിടേക്ക് ഒന്ന് തൊടാൻ പോകുകയാ. जहाँ जहाँ तेरा विषय बंधन में पड़ा है, वो सारे जहाँ पे परमेश्वर ആദ്യം छुएगा. ദൈവം തൊട്ടത് ആകാശത്തെ. पहले परमेश्वर छुआ आकाश को. ആകാശത്തെ തൊട്ട് കഴിഞ്ഞപ്പോ जब आकाश को छुआ മഴ പെയ്തു. तो बारिश आया. മഴ ഭൂമിയെ തൊട്ടപ്പോൾ जब बारिश से पृथ्वी को ഭൂമി छुआ പച്ച പിടിച്ചു. कि पृथ्वी में हरियाली आया. ഭൂമി പച്ച പിടിച്ചപ്പോൾ जब पृथ्वी में हरियाली आया, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും ഹല്ലേലൂയ എണ്ണയ്ക്കും ഉത്തരം നൽകും. तो पृथ्वी ने क्या किया? धान के लिए, तेल के लिए उत्तर दिया. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അങ്ങ് സംഭവിക്കുകയാണ്. एक चेन रिएक्शन के समान होता എങ്ങനെ है. സംഭവിക്കുന്നത്? ये कैसे होता है? ശ്രദ്ധിച്ചു കേൾക്കണമേ. ध्यान से सुनिएगा. ആകാശത്തെ ദൈവം തൊട്ടു. जब आकाश को परमेश्वर ने छुआ, ആകാശം ഭൂമിയെ തൊട്ടു. आकाश ने पृथ्वी को छुआ, ഭൂമി ധാന്യത്തെ തൊട്ടു. ये पृथ्वी ने धान को छुआ. എന്ന് പറഞ്ഞാൽ उसका अर्थ है, മഴ പെയ്തു കഴിഞ്ഞപ്പോൾ, जब बारिश आया, ഭൂമി പച്ച പിടിച്ചു കഴിഞ്ഞപ്പോൾ जब हरियाली आया, ധാന്യവും വീഞ്ഞും എണ്ണയും പുറത്തു വന്നു. तो जो फल फल वो सब बाहर आया. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ. एक चेन रिएक्शन के समान. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, अगला आयत कहता है, അവ ജസ്രീലിന് ഉത്തരം നൽകും. वो जसरील को उत्तर देगा. ജസ്രീലേ, നിനക്കുള്ള ഉത്തരം വെളിപ്പെടാൻ പോകും. जसरील तेरे उत्तर वो आने वाला है. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रहा ആദ്യം है? ഒരു ജസ്രീലിനെ പറഞ്ഞല്ലേ? पहले एक जसरील को कहा. ജസ്രീലിൽ നിന്ന് ശൂന്യമായിരിക്കുകയാണ്. जसरील आज शून्य के बेटा है. ജസ്രീലിന്റെ വിതയും കൊയ്ത്തും ഇല്ലാതിരിക്കുക. जसरील में ना कटनी है, പക്ഷെ ना മടങ്ങി कुछ വരാൻ है. തയ്യാറായി കഴിയുമ്പോൾ जब बारिश आएगा, ജസ്രീലിലെ സ്വർഗം ആകാശത്തെ തൊടാൻ പോകുകയാണ്. ये जसरील परमेश्वर आकाश को ഭൂമിയെ छुएगा, തൊടാൻ പോകുകയാണ്. पृथ्वी को छुएगा, നിന്റെ ധാന്യത്തെ തൊടാൻ പോകുകയാണ്. तेरे धान को നിന്റെ छुएगा, വീഞ്ഞിനെ തൊടാൻ तेरे പോകുകയാണ്. तेल को നിന്റെ छुएगा, എണ്ണയെ തൊടാൻ तेरे പോകുകയാണ്. तेल को छुएगा, നിന്റെ ബന്ധനങ്ങളുള്ള വിഷയങ്ങളെ ഒക്കെ തൊടാൻ तेरा പോകുകയാണ്. जो भी बंधन वाला विषय सब നിന്റെ को छुएगा. തടയപ്പെട്ട മേഖലകളെ ഒക്കെ തൊടാൻ പോകുകയാണ്. तेरा बंद रुका हुआ हर एक मंडल को നിന്റെ खोलेगा. അനുഗ്രഹം വെളിപ്പെട്ട് വരാൻ तेरा പോകുകയാണ്. आशीष प्रकट होके आएगा. ജസ്രീലെ നിന്റെ ഉത്തരം വെളിപ്പെട്ട് വരാൻ जसरील പോകുകയാണ്. तेरा उत्तर को प्रकट എത്രപേർ होगा. വിശ്വസിക്കുന്നു? जितने लोग विश्वास കരങ്ങളെ करते हैं, ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर को आराधना യേശുക്രിസ്തുവിന്റെ करो. നാമത്തിൽ നിന്റെ ഉത്തരം വെളിപ്പെടാൻ പോകുകയാണ്. यीशु मसीह के नाम से इसका उत्तर ഉത്തരം प्रकट होने वाला है. ഉത്തരം വെളിപ്പെടാൻ പോകുകയാണ്. उत्तर प्रकट होने वाला है. ശക്തമായി ആരാധിച്ചാട്ടെ. सामर्थ से आराधना മൽക്ക करें. ശഗമന രഗദൽ ഖഡഗ ശബ്ദനെ.
Hallelujah. हालेलुया, Thank you Jesus. धन्यवाद यीशु। ഞാനൊരു പുതിയ നാമം കൊടുക്കാൻ പോകുകയാ. नया धान आने वाला है। ഏത് നാമമാ? ഏത് നാമമാ? कौन सा नाम है? जो कौन सा नाम है? മനുഷ്യൻ കൊടുത്ത പേരല്ലെന്ന്. इंसान ने जो दिया नाम ഏത് नहीं, നാമമാണ്? कौन सा नाम? ഹല്ലേലൂയ. യഹോവയുടെ വാ അരുളി ചെയ്ത നാമം. परमेश्वर का नाम, जो बोलने वाला नाम, അത് അസാധാരണ നാമമാകട്ടെ. वो असाधारण नाम है അപ്പനിട്ട പേരിനേക്കാൾ അപ്പുറമായിട്ട് कि पिता ने जो डाला हुआ नाम से भी बढ़कर। സ്വർഗം നിനക്കൊരു പുതിയ പേര് തരാൻ आमेन, പോകുകയാണ്. आमेन, हालेलुया। स्वर्ग हमें एक नया नाम देने वाला है। അത് നിന്നെ കുറിച്ചുള്ള പ്രോഫറ്റിക് പേരാകട്ടോ. वो तेरे बारे में एक भविष्यवाणी का नाम അത് है। നിന്നെ കുറിച്ചുള്ള പ്രവചന പേരാണ് वो കേട്ടോ. तेरा एक भविष्यवाणी का नाम है। എന്ത് പേരാ കൊടുക്കുന്നത്? क्या नाम दे रहे? യെശയ്യാവ് 62 4 വാക്യം. एशिया 68 का 4 में है। യെശയ്യാവ് 62 4 വേഗം एशिया വായിച്ചാട്ടെ. 62 का 4। ഒരു മണിക്കൂർ പ്രസംഗിക്കാനുള്ള വചനം പിന്നെ അതിനകത്ത് കിടപ്പുണ്ട്. एक घंटा प्रचार करने वाला वचन उसमें है। ഓടിച്ചിട്ടങ്ങ് പറയുക. मैं जल्दी जल्दी कहता हूँ। ബാക്കി നാളത്തേക്ക് വെക്കാതെ ഇന്ന് തീർത്ത് പറയുക. യെശയ്യാവ് 62 4 പേരെന്താ? പുതിയ പേര് വായിച്ചാട്ടെ. ഹല്ലേലൂയ. യെശയ്യാവ് 62 4. എനിക്ക് തെറ്റ് പറ്റിയില്ലല്ലോ അല്ലേ? നിന്നെ ഇനി അസുബ എന്ന് വിളിക്കുകയില്ല. നിന്റെ ദേശത്തെ ക്ഷേമാമ എന്ന് പറയുകയുമില്ല. നിനക്ക് ഹെപ്സിബ എന്നും നിന്റെ ദേശത്തിന് ബയൂല എന്നും. എന്ത് ചെയ്യാ നമ്മുടെ ഹെപ്സിബ? किधर हमारे हेप्सिबा? ഇന്ന് ഹെപ്സിബയ്ക്ക് വേണ്ടി ദൈവ വചനം തരിക കേട്ടോ. आज हेप्सिबा के लिए परमेश्वर वचन दे रहे हैं। ഹെപ്സിബയുടെ ബർത്ത്ഡേ അതുകൊണ്ടായിരിക്കാം. आज हेप्सिबा का ഈ बर्थडे വചനം इसके लिए होगा। ഞാൻ ഓർത്ത് കർത്താവ് ഹെപ്സിയുടെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന് തന്നെ ഈ വചനം ദൈവം തന്നത് ഒരു അനുഗ്രഹമാകട്ടെ. कि आज जो परमेश्वर ने वचन दिया वो आशीषित का ഞാൻ कारण। നിന്നെ ഇനി അസുബ എന്ന് വിളിക്കത്തില്ല. मैं अभी तुझे अजूबा नहीं बुलाऊंगा। ഞാൻ നിന്നെ ഇനി ഹെപ്സിബ എന്ന് വിളിക്കാൻ പോകും. मैं अभी तुझे एत्सिबा बुलाऊंगा। ഭയങ്കര മർമ്മമുള്ള ഒരു വെളിപ്പാടാ കേട്ടോ. ये बहुत बड़ा गुप्त बातें हैं। ഇത് യെശയ്യാവ് പ്രവചിക്കുന്നത്. ये एशिया कहता है। യെശയ്യാവ് ദേശത്തെ നോക്കി പ്രവചിക്കുക. एशिया देश को देखिए भविष्यवाणी देता है। അസുബയാണ്. आज तक तो अजूबा है। അസുബ എന്ന പദത്തിന്റെ അർത്ഥം अजूबा का अर्थ है തള്ളപ്പെട്ടതെന്നാണ്. जो त्यागा हुआ, ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ്. जो छोड़ा हुआ, ത്യജിക്കപ്പെട്ടതെന്നാണ്. जो ठुकराया പക്ഷെ हुआ। ഞാൻ നിന്നെ ചേർക്കാൻ പോകുകയാ. लेकिन मैं तुझे अपने पास लाने वाला हूँ। അസുബയായ നീ ഹെപ്സിബയായിട്ട് മാറാൻ പോകുകയാ. अजूबा जो तू है एत्सिबा बनने वाला है। ഹലോ, ആർ യു ലിസണിംഗ് മീ? क्या मुझे सुन रहे हो? ഞാൻ പറഞ്ഞല്ലോ मैं कहता ഈ हूँ പഴയ നിയമ കാലത്ത് പലരുടെ ജീവിതം എക്സാമ്പിൾ ആയിരുന്നു. कि पुराने नियम में बहुत सारे लोगों का जीवन एक एग्जाम्पल था। ഹല്ലേലൂയ. 62 അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 62 में क्या लिखा है? നിനക്ക് ഹെപ്സിബ അതായത് ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. ഹല്ലേലൂയ. വലിയ പ്രോഫസി ചെയ്ത് കേട്ടോ. एक भविष्यवाणी है ഞാൻ പറഞ്ഞില്ല പലരുടെ ജീവിതാനുഭവങ്ങളെ ദൈവം പ്രവചനമാക്കി മാറ്റുകയായിരുന്നു. कि बहुत सारे लोगों का जीवन का अनुभव को परमेश्वर भविष्यवाणी बनाता है। രഹസ്യമുണ്ട്. इसमें बहुत बड़ा एक रहस्य है। അസുബ എന്ന പേരും असूबा जो बोल के नाम है, ഹെപ്സിബ എന്ന പേരും एत्सिबा बोल के जो नाम है, യഹൂദ രാജ്യത്തിലെ രണ്ട് രാജാക്കന്മാരുടെ ഭാര്യമാരുടെ പേരായിരുന്നു. ये जो यहूदिया का 2 राजाओं का पत्नियों का नाम था। യെശയ്യാവ് അബദ്ധത്തിൽ പറഞ്ഞ കാര്യമൊന്നുമല്ല ഇത്. एशिया ने गलती से नहीं बोला है। ഞാൻ ഒന്ന് രണ്ട് റെഫറൻസ് നിങ്ങൾക്ക് നൽകാം. मैं 1-2 रेफरेंस आपको देता हूँ। അവിടെ പറയുന്നത് वह कहता है അസുബ असूबा യഹോശാഫാത്ത് രാജാവിന്റെ അമ്മയുടെ പേരായിരുന്നു. यहोशाफात राजा का माँ का नाम था। ഹെപ്സിബ एत्सिबा ഹിസ്കിയാ രാജാവിന്റെ ഭാര്യയുടെ പേരായിരുന്നു. इसकिया राजा का पत्नी का नाम था। അപ്പൊ ഹെപ്സിബ എന്ന് വിളിക്കുമ്പോൾ जब एत्सिबा बुलाता है ഹിസ്കിയാ രാജാവിന്റെ കൊട്ടാരത്തിൽ ഹെപ്സിബ ഉണ്ട്. कि ഹല്ലേലൂയ. एस्किया राजा का कोठार राज में उसकी पत्नी है। ഇത് വെറും വാക്കുകളല്ല. ये केवल बातें नहीं है। ദേശത്തിലെ റാണിയെ നോക്കി പറയുന്ന ദൂത. देश की रानी को देख के कह रहे वाणी है। റാണിയെ ഒരു ഉദാഹരണമാക്കിക്കൊണ്ട് പറയുന്ന ദൂത. और रानी को एक उदाहरण बना के कहता हुआ वाणी है। വചന വെളിപ്പാട് കാണുക. आत्मा में वचन का അസുബ प्रकाशन है। എന്ന പദത്തിന്റെ അർത്ഥം ശൂന്യത എന്നാണെങ്കിൽ अशुभा बोल के जो अर्थ है कि शून्यता, പ്രവാചകൻ പ്രവചിക്കുകയാണ്. वो भविष्यवाणी दे रहे हैं। ശൂന്യതയുടെ കാലം കഴിഞ്ഞു. शून्यता का जो कारण है वो
समय ഹിസ്കിയാ होगा। രാജാവേ, നിന്റെ കുടുംബത്തിലെ ശൂന്യതയുടെ കാലം കഴിഞ്ഞു. इसके राजा तेरा कुटुंब का शून्यता का समय बीत गया। ഹെപ്സിബ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ. हेप्सिबा तेरे जीवन में प्रकट होने वाला है। ശൂന്യത മാറിയിട്ട് जो शून्यता झाके, അറിയാമോ, മനശ്ശയുടെ അമ്മയുടെ പേരാണ് ഹെപ്സിബ. मानस्य के जो माँ का नाम है हेप्सिबा। ഹിസ്കിയാ രാജാവിന് രോഗം പിടിപെട്ട ശേഷം ജനിച്ച മകൻ അല്ലേ? इसके राजा को बीमार होने के बाद जन्म हुआ बच्चा। ഇതിനകത്തൊക്കെ വലിയ ദൂതുകളുണ്ട്. इसके अंदर बहुत अर्थ है। പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് पवित्र आत्मा को कहना है, അവസ്ഥയെ മാറ്റി, तेरे अवस्था को നിന്റെ बदल के, ഇന്നത്തെ സ്ഥിതിയെ മാറ്റി, तेरे अवस्था को നിന്റെ बदल के, ശൂന്യതയെ മാറ്റി, तेरे शून्यता को हटा നിന്നെ के ഇഷ്ടയാക്കി മാറ്റുന്ന तुझे करीब लाने वाला। കോമറെ ഇനി നീ ഉടയവനെ എന്ന് വിളിക്കത്തില്ല. गोमर, तू अभी तू स्वामी मालिक नहीं കാരണം बुलाएगा, നീ ഇഷ്ടയാണെന്ന് വെളിപ്പെടുത്തുന്ന क्योंकि तुझे प्रिय प्रकट करने वाला। ഹല്ലേലൂയ, കൊയ്ത്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന, वैसे कटनी तेरे जीवन में प्रकट होने അടഞ്ഞ वाला, ആകാശം തുറക്കുന്ന. वो आकाश को खोलने वाला। ഹലോ, ആർ യു ലിസണിംഗ് മീ? क्या मुझे सुन रहे हो? എത്ര പേർ ഈ വചനം വിശ്വസിക്കുന്നു? कितने लोग इस वचन को विश्वास करते हैं? आमीन। ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ തന്നെ എന്നോട് പറഞ്ഞു, आज सुबह परमेश्वर की आत्मा ने कहा, ചില ത്യജിക്കപ്പെട്ട തള്ളപ്പെട്ടതിനെ കർത്താവ് ചേർക്കാൻ പോവുകയാണ്. कुछ त्यागा हुआ टुकड़ाओं को परमेश्वर करीब लाने वाला है। कुछ लोग आमीन। कहो ना, अब मैं अजूबा नहीं है, अब वहां तुरंत पर नहीं अजूबा अल्लाह, मैं अजूबा नहीं है, ना अजूबा अल्लाह, अब मैं हेप्सिबा बन गया. ഞാൻ എക്സിബ ആയി തീർന്നു. अब मैं अजूबा नहीं है, अब ഞാൻ അസൂബ അല്ല, अब मैं हेप्सिबा बन गया. ഞാൻ എക്സിബ ആയി തീർന്നു. ഞാൻ ശൂന്യനല്ല, ആമേൻ ആമേൻ. मैं ശൂന്യനല്ല, ഇഷ്ടയാണെന്ന്. मैं इष्ट बन गया. ഞാൻ അടിമയല്ല, मैं गुलाम नहीं हूँ, അവന്റെ ഉടയവനല്ല, वो मेरा स्वामी അവൻ नहीं है, ഈസിയായി മാറിയെന്ന്. वो मेरा इसी बन गया ഓ, है। ഞാൻ അവന്റെ പ്രിയപ്പെട്ട പത്നിയാണെന്ന്, मैं उसका प्रिय पत्नी हूँ, ഞാനൊരു അനുഗ്രഹമാണെന്ന്, मैं एक आशीष हूँ, ഞാൻ മാറയല്ല, मैं मारा ഞാൻ नहीं हूँ, മധുരമാണെന്ന്. मैं मधुर हूँ। എത്ര പേർ ഈ വചനത്തെ ഏറ്റെടുക്കും? जितने लोग इस वचन को स्वीकार करते हैं, आमेन। മകൾക്കാലം നിങ്ങളിൽ എത്ര പേരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു? आज आपसे मैं कितने लोगों से पवित्र आत्मा ने बात किया? സംസാരിച്ചെന്ന് ഉറപ്പുള്ളവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. जो परमेश्वर ने बात किया करके ഒരു पक्का है, वो खड़े हो വാക്കുണ്ടെങ്കിലും जाए। പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചെന്ന് अगर एक बात में भी ഉറപ്പുള്ളവർ. परमेश्वर ने आपसे बात किया बल्कि पक्का है तो ഹൽക്കമാശഖമാന. ഓ, ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. परमेश्वर सन्निधि में खड़े हो നിങ്ങൾ जाइए। പറഞ്ഞാട്ട് കർത്താവേ, अब बोलो परमेश्वर, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിലെ ത്യജിക്കപ്പെട്ട അവസ്ഥകളിൽ, मेरा जीवन में ठुकराए हुए अवस्थाओं को, തള്ളപ്പെട്ട അവസ്ഥകളിൽ जो त्यागा हुआ वस्तुओं को എന്നെ നീ കൈക്കൊള്ളുന്നവനാണ്. तू मुझे स्वीकार करने वाला है, എന്നേക്ക് തള്ളിക്കളയില്ല. हमेशा के लिए ठुकराएगा नहीं। 2 രാജ 21:1 പറയുന്നു. 2 राजा 21 का 1 कहता है, ഹിസ്കിയാ രാജാവിന്റെ വൈഫിന്റെ പേരാണ് ഹെപ്സിബ. 2 രാജ 21:1. 2 राजा 21 का 1 कहता है, उसकी पत्नी का नाम था एसीबा। ഹല്ലേലൂയ. 1 രാജ 22:42 പറയുന്നു. 1 राजा 22 का 42. 22 का 42 कहता पहले है, राजा 22 का 42 में कहते यहोशाफात राजा का माँ का नाम थी अजूबा. हालेलुया। പ്രവാചകൻ പ്രവചിച്ച് 2 റാണിമാരുടെ പേരെടുത്ത കേട്ടോ. कि भविष्य ने 2 रानियों का नाम लेके അതിനൊക്കെ बोला। എന്തോ ചരിത്ര പശ്ചാത്തലം ഉണ്ടെന്നാ മനസ്സിലാക്കേണ്ടത്. उससे हमें पता चला कुछ उसका पीछे कुछ इतिहास है, വല്യമ്മച്ചിയായ അസുബ ശൂന്യയാണെങ്കിൽ, कि अगर दादी जो असूबा अगर शून्य है तो, യഹോശാഫാത്തിന്റെ അല്ലേ റാണി ശൂന്യയാണെങ്കിൽ, होशाफात की जो रानी अगर शून्य है तो, യഹോശാഫാത്തിന്റെ അമ്മ ഹല്ലേലൂയ ശൂന്യയാണെങ്കിൽ, अगर उसकी माँ अगर शून्य है तो, ഹിസ്കിയാ രാജാവേ, इसके राजा ദൈവസന്നിധി വിശ്വസ്തയോട് കൂടെ നിൽക്കുന്ന परमेश्वर सन्निधि में विश्वास होकर रुकने वाला, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ तेरे जीवन में ശൂന്യത മാറിയിട്ട് तेरे जीवन में शून्यता ഒരു हट के ഇഷ്ടം വെളിപ്പെടാൻ പോവുകയാണ്. तेरा इष्ट जो प्रकट होने वाला है, ഒരു അനുഗ്രഹം വെളിപ്പെടാൻ പോവുകയാണ്. एक आशीष प्रकट होने वाला है, ദൈവം പ്രോഫസി ആയിട്ട് പറഞ്ഞൊരു പേര് വെളിപ്പെടാൻ പോവുകയാണ്. कि परमेश्वर ने प्रोफेसी देके जो लिया अब नाम प्रकट पेरंदान होने है? वाला है। वो नाम क्या है? അസുബയല്ല. वो अजूबा नहीं है। എല്ലാരും പറഞ്ഞിട്ട് ഹെപ്സിബ. हर एक जन बोले इत्सिबा, എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വെളിപ്പെടാൻ പോവുകയാണ്. मेरे जीवन में എല്ലാ आशीष प्रकट होने वाला है। വിശ്വാസത്തോടു കൂടെ പറഞ്ഞാട്ട് हाथों को उठा के विश्वास के साथ के എന്റെ അവസ്ഥകളെ സ്വർഗം മാറ്റാൻ പോകും. मेरा अवस्था को स्वर्ग बदलेगा। പരിശുദ്ധാത്മാവ് സംസാരിച്ചത് എന്നോടാ. कि पवित्र आत्मा मुझसे बात किया, അതൊരു വാക്ക് പോലും വിട്ടുപോകാതെ वो एक भी बातें ना छूटते हुए കർത്താവ് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. परमेश्वर मेरे जीवन में कार्य करेगा। കർത്താവെ സമർപ്പിക്കുന്നു. परमेश्वर समर्पण करता ഈ हूँ। ദൈവം എന്റെ ദൈവമാണ്. आमेन। ये परमेश्वर मेरा परमेश्वर അവൻ है, എന്നെ ഒരിക്കലും കൈവിടാത്തവനാ. वो मुझे कभी त्यागने वाला नहीं है। എല്ലാരും പറഞ്ഞാട്ട് ഈ ദൈവം എന്റെ ദൈവമാണ്. हर एक जन बोले ये परमेश्वर मेरा परमेश्वर, ഒരിക്കലും കൈവിടാത്തവനാ. वो कभी त्यागेगा नहीं। ഹല്ലേലൂയ. अब मैं अशुभा नहीं. यानी अजूबा अल्लाह, ഞാനിപ്പോൾ അശുഭയല്ല. मैं अभी अजूबा नहीं है, ഞാൻ ഹല്ലേലൂയ ഹെപ്സിബയാ. मैं एत्सिबा हूँ। अब मैं अजुबा नहीं, ഞാൻ अजूबा अल्लाह, मैं बयूला हूँ. मैं बहुला हूँ।
ഒറ്റപ്പെട്ടവളല്ല ഞാൻ. मैं अकेली नहीं है. ബഹുല എന്ന പദത്തിന് बहुला का अर्थ വിവാഹസ്ഥ എന്ന അർത്ഥം. कि ओ ഷാദി സുദാ हुआ. शादीशुदा. ഹല്ലേലൂയ. ഇന്നു വരെ ഞാൻ ഒറ്റപ്പെട്ടവളായിരുന്നു. आज तक मैं अकेला था, त्यागा हुआ പക്ഷേ था, ഞാൻ ബഹുലയായി മാറിയിരിക്കുന്നു. लेकिन मैं बहुला बन गया हूँ. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास ഞാൻ करते हैं ഒറ്റയ്ക്കല്ലെന്ന്? मैं अकेला नहीं हूँ? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ अगर कोई ऐसा सोचता है, യേശു കർത്താവ് നിങ്ങളോട് പറയുക, यीशु मसीह तुमसे कहता है, मेरे साथ में कहो ना, दौड़ा के कहो ना, കൂടെ പറ, വാ തുറന്ന് പറ, अब मैं अजूबा नहीं है, ഞാൻ നീ അസുബ അല്ല, मैं बेहुला बन गया. ഞാൻ ബഹുലായി. ആമേൻ. ओ हालेलुया. धन्यवाद यीशु. मशल खामाना रगदले. प्रभु ने मुझे दिया वचन, मैंने बताया. ദൈവം തന്ന വചനം ഞാൻ പറഞ്ഞു. परमेश्वर मेरे हाथ में सुबह वाणी मैंने आपके साथ में शेयर किया. ദൈവം തന്ന പ്രവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞു. अभी आपका समय है. ഇത് നിങ്ങളുടെ സമയമാ. ആമേൻ. मन्ना गिरा आपने उठाया, कि മന്ന വീണു, നിങ്ങൾ എടുത്തു. पिसा के खाना आपका काम है. നീ അതിനെ ഉടച്ച് കഴിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. अंदर लेना आपका काम है. ആത്തെടുക്കണം നമ്മുടെ ആവശ്യമാണ്. अंदर रख के हजम करना आपका काम है. ആത്ത് കൊണ്ടുപോയി ഡൈജസ്റ്റ് ആക്കേണ്ടത് നമ്മുടെ मेरा കാര്യമാണ്. पार्ट तो किया, मैं शून्य हो गया, समझ लीजिए. പാസ്റ്ററിന്റെ കാര്യം ചെയ്തു, അശൂന്യമായി. बाकी आपका हाथ में है. നീ നമ്മുടെ अभी मेरे से कुछ उम्मीद मत करो, मैं कुछ नहीं कर पाएगा. നീ പാസ്റ്ററിന് ഒന്നും പ്രതീക്ഷിക്കുന്നു, നീ പാസ്റ്റർ ഒന്നും മന്ന. ചെയ്യാൻ പറ്റത്തില്ല. मन्ना मेरा हाथ में से आपका टोकरी में पहुंचा, कि മന്ന പാസ്റ്ററിന്റെ പਹੁഞ്ചാ കയ്യിൽ ക്യാ? നമ്മുടെ കാര്യങ്ങളിൽ എത്തി. पिसा के അതിനെ बना के ഉടച്ച് खाओ ना, ഉണ്ടാക്കി खाओ ना. അതിനെ കഴിക്കണം, ഭക്ഷിക്കണം. जीवन में उसका प्रतिक्रिया आप देखेगा, അതിന്റെ പ്രതിഫലം നമ്മൾ കാണും. जीवन में उसका रिस्पॉन्स आप देखेगा. ജീവിതത്തിൽ അതിന്റെ പ്രതിഫലം നമ്മൾ കാണും. यीशु नासरी के नाम में मशल खामाना. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ कहो ना, मैं अशुभ नहीं है, ഞാൻ അശുഭ അല്ല, ഞാൻ ഒറ്റപ്പെട്ടവളല്ല. मैं त्यागा हुआ नहीं है. बोलो ना, मैं अशुभ नहीं, ഞാൻ ഒറ്റപ്പെട്ടവളല്ല. मैं त्यागा हुआ नहीं है. എനിക്ക് നിങ്ങൾ ഈ പലരെ തൊട്ടി ദൂത് പറയണമെന്നുണ്ട്. मुझे ऐसा लगता है बहुत सारे लोगों को छू के ये वाणी देना है. കാരണം കർത്താവിന്റെ ആത്മാവ് നിങ്ങളിൽ പലരോട് സംസാരിക്കുന്നു. क्योंकि परमेश्वर की आत्मा आप में से बहुत से लोगों से बातें करते हैं. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടാരത്തെ കർത്താവ് വിസ്താരമാക്കാൻ പോകുകയാണ്. परमेश्वर की आत्मा कहते हैं आपके तंबू को परमेश्वर बढ़ाने वाला है. हालेलुया. थैंक यू जीसस, थैंक यू जीसस, थैंक यू जीसस, थैंक यू जीसस. പരിശുദ്ധാത്മാവ് തൊട്ടാട്ടെ നിന്റെ മക്കളെ. पवित्र आत्मा तू छू अपने बच्चों को, ഹൃദയങ്ങളെ തൊട്ടാട്ടെ, അവരുടെ ഹൃദയങ്ങളെ തൊട്ടാട്ടെ. उनके हृदयों को छू ले प्रभु. പരിശുദ്ധാത്മാവേ, पवित्र आत्मा. ചിലർ പ്രാപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. कुछ लोग प्राप्त कर रहे हैं, ചിലരുടെ ചില മേഖലകളിൽ വിടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. कुछ लोग कुछ मंडल में छुटकारा प्रकट हो रहे हैं. ചിലരുടെ ആകാശത്തെ കർത്താവ് ഇന്ന് പകൽക്കാലം തൊടുകയാ. कुछ लोगों के आकाश को परमेश्वर छू रहे हैं आज के दिन. ചിലരുടെ ആകാശത്തെ കർത്താവ് തൊടുകയാ. कुछ लोगों के आकाश को परमेश्वर छू रहा है. ചിലരുടെ ഭൂമിയെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. कुछ लोगों की पृथ्वी को छू चुका है. ചിലരുടെ ധാന്യത്തെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. कुछ लोगों के धानों को छुआ है. ചിലരുടെ വീഞ്ഞിന്റെ സന്തോഷത്തെ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. कुछ लोगों के दाखरस के आनंद को छुआ है. ചിലരുടെ അഭിഷേകത്തിന്റെ എണ്ണയെ കർത്താവ് ഈ പകൽക്കാലം തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. कुछ लोगों के अभिषेक के तेल को जो परमेश्वर ने छुआ. ജസ്രീലേ, जसरील, നിന്റെ ഉത്തരം വെളിപ്പെടുകയാ. तेरा उत्तर प्रकट हो रहा है. നിന്റെ ഉത്തരം വെളിപ്പെടുകയാ. तेरा उत्तर प्रकट हो ചില रहा है. മേഖലകളെ കർത്താവ് തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. कुछ मंडलों को परमेश्वर ने छू लिया है. കർത്താവ് ഈ നിന്റെ മക്കളിൽ परमेश्वर तेरे बच्चों को, ചിലരുടെ അടഞ്ഞ ആകാശം യേശുവിന്റെ आमेन, നാമത്തിൽ आमेन, തുറക്കട്ടെ. आमेन. परमेश्वर कुछ लोगों के जो बंद आकाश को यीशु के नाम से അവരുടെ खोलते, മുകളിൽ उनके ऊपर അവരുടെ ആത്മിക ഭൗതിക മണ്ഡലത്തെ തടഞ്ഞ അന്ധകാര ശക്തികൾ, ആകാശത്തിൽ വ്യാപരിക്കുന്ന അന്ധകാരങ്ങൾ മാറി അവരുടെ അടഞ്ഞ ആകാശം തുറന്നു വരട്ടെ. उनके आत्मिक और भौतिक विषयों को जो बांध के रखा हुआ, जो रोक के रखा हुआ, उनके ऊपर जो आकाश के मंडल में राज करने वाले सारे शत्रु को हटा के प्रभु तेरे आकाश के मंडल को झरोखे को तू खोल. ആകാശത്തെ തൊട്ട് കഴിയുമ്പോൾ जब आकाश को छुएगा, അതിന്റെ റിസൾട്ട് ഭൂമി വെളിപ്പെടുമെന്ന്. उसका जो रिजल्ट है पृथ्वी में प्रकट होगा. ആകാശത്തെ തൊട്ട് കഴിയുമ്പോൾ आकाश को जब छुएगा, അതിന്റെ റിസൾട്ട് ഭൗതിക മണ്ഡലത്തിൽ വെളിപ്പെടുമെന്ന്. उसका जो रिजल्ट है भौतिक मंडल में प्रकट होगा. വെളിപ്പെടാൻ പോകുകയാ. वो प्रकट होने वाला है. പകൽക്കാലം ആത്മാവിൽ ഞാൻ കാണുന്നു. आज के दिन आत्मा में मैं देखता हूँ, ഈ ആരാധനയുടെ നടുവിൽ ये आराधना के बीच में ചിലരുടെ ചങ്ങലകൾ വീണു. अब राधा हाल कुछ लोग के
जंजीरों को ചിലർ गिरेंगे സ്വതന്ത്രരായി कुछ लोग स्वतंत्र होके കർത്താവ് ആകാശത്തെ തൊട്ടു परमेश्वर ने आकाश को छुआ ആകാശ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാരങ്ങളെ തട്ടിമാറ്റി आकाश के मंडल में कार्य करने वाले अंधकार की शक्ति को ആകാശം हटा के തുറന്നു आकाश खुला അതിന്റെ റിസൾട്ട് उसका जो परिणाम 2023 തന്നെ 2023 में ही ഇത് ഫിസിക്കൽ റലം फिजिकल रिलम में ഭൂമിയുടെ മണ്ഡലത്തിൽ पृथ्वी के ऊपर നിങ്ങൾ കാണാൻ പോകുക आप देखने वाला है आमीन ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയുക आत्मा में एक वाणी दे रहा हूं ആകാശത്തെ കർത്താവ് തൊട്ടതുകൊണ്ട് आकाश को परमेश्वर छुआ बोल के ആകാശ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നതിനെയൊക്കെ വെട്ടിമാറ്റിയത് കൊണ്ട് कि आकाश के मंडल में जो कार्य करने वालों को हटा दिया बोल के നിങ്ങളുടെ ധാന്യത്തിൽ അതിന്റെ റിസൾട്ട് കാണാൻ പോകുക आपके धान में वो जो परिणाम देखेंगे ധാന്യം നിങ്ങളുടെ പ്രോസ്പെരിറ്റിയെ നിങ്ങളുടെ ഫൈനാൻസിനെ നിങ്ങളുടെ ഭൗതിക അനുഗ്രഹത്തെ കാണിക്കുന്നതാണ് धान जो है आपके आर्थिक आशीष को प्रकट करते हैं നിങ്ങളുടെ കൊയ്ത്തിനെ കാണിക്കുന്നതാണ് आपकी कट्टी को बताता है അടുത്തത് നിങ്ങളുടെ വീഞ്ഞിൽ കാണാൻ പോകുക दूसरा आपके दाकरस में देखने वाला है സന്തോഷത്തെ കാണിക്കുന്നത് കേട്ടോ दाकरस जो है आनंद को दिखाता you है will be happy हम आनंदित you रहेंगे will be rejoicing in the presence of God आप परमेश्वर में आनंदित in रहोगे your household in your household आप और आपका घराना you are going to see a new found peace आप एक शांति को देखेंगे നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് आपके घर के ഒരു अंदर പുതിയ സമാധാനം നിങ്ങൾ അനുഭവിക്കാൻ പോകുക आमीन आमीन आपके घर के अंदर एक नया शांति आप अनुभव करने वाले हैं ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ पति पत्नियों के बीच में കുഞ്ഞുങ്ങളുടെ ഇടയിൽ बच्चों के बीच में which was not there earlier जो पहले नहीं था a new found peace is going to get established in your family और नया शांति आपके परिवार में स्थापित होने वाला है ദൈവം നിന്റെ ആകാശത്തെ തൊട്ട് കഴിഞ്ഞു परमेश्वर ने आकाश को छुआ है അത് നിന്റെ വീഞ്ഞിനെ അനുഗ്രഹിക്കാൻ वो പോകുക तेरे धान्य को आशीष you will be करेगा rejoicing in the presence of God आप परमेश्वर में आनंदित रहेंगे you will be rejoicing in the presence of God आप परमेश्वर के समुद्र में आनंदित रहेंगे മൂന്നാമത്തെ മേഖല तीसरा मंडल ആകാശത്തെ ദൈവം തൊട്ട് കഴിഞ്ഞാൽ आकाश को जब परमेश्वर छुएगा ഉത്തരം ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ उत्तर जब पृथ्वी में प्रकट होगा മൂന്നാമത്തെ മേഖല तीसरा मंडल അത് നിന്റെ എണ്ണയുടെ മേഖലയാ वो तेरा तेल अभिषेक അത് നിന്റെ है അഭിഷേകത്തിന്റെ മേഖലയാ वो तेरा अभिषेक का അത് मंडल നിന്റെ है ശുശ്രൂഷയുടെ മേഖലയാ वो तेरे सेवकाई का मंडल है ഇന്നുവരെ നടക്കാത്ത ശുശ്രൂഷ आज तक तो तूने देखा सेवकाई ഇന്നുവരെ വെളിപ്പെടാത്ത കൃപാവരങ്ങൾ आमीन आज तक जो प्रकट नहीं हुआ ऐसा वरदान ഇന്നുവരെ വെളിപ്പെടാത്ത രോഗശാന്തി आज तक जो प्रकट नहीं हुआ ऐसा നിന്റെ എണ്ണ വർദ്ധിക്കാൻ പോകുക तेरा तेल बढ़ने वाला है വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ആകാശം തൊടപ്പെട്ടെന്ന് आकाश खुलने दे നീ ഇനി ശൂന്യല്ല तू अभी शून्य नहीं നീ है ഇനി ശൂന്യല്ല तू अभी शून्य नहीं നീ है ഇനി ശൂന്യല്ല तू अभी शून्य नहीं അവൻ है നിന്റെ ഉടയവനല്ല वो प्रभु तेरा स्वामी नहीं അവൻ है നിന്റെ ഭർത്താവാ वो तेरा पति है നീ ഇനി आमीन ശൂന്യല്ല वो तू शून्य नहीं നിന്റെ है ധാന്യക്കൊട്ട നിറയാൻ तू പോകുക धन्य से बढ़ने वाला നിന്റെ है വീഞ്ഞ് നിറയാൻ പോകുക तेरा दार्कनेस बढ़ने वाला നിന്റെ है എണ്ണ കവിഞ്ഞൊഴുകാൻ പോകുക आमीन तेरा तेल നിന്റെ उबलने वाला അഭിഷേകം है കവിഞ്ഞൊഴുകാൻ പോകുക तेरा तेल उबलने वाला है ഈ വചനം ഞാൻ സ്വീകരിക്കുക ये वचन को मैंने स्वीकार किया ഈ है വചനം ഞാൻ അങ്ങ് ഏറ്റെടുക്കുക ये वचन को मैं स्वीकार ഞാൻ करता हूँ പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ परमेश्वर എന്റെ ധാന്യക്കൊട്ട നിറയട്ടെ परमेश्वर मेरे धान का भंडार കർത്താവേ बढ़े परमेश्वर എന്റെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ मेरे कुटुंब में शांति से भरे കർത്താവേ परमेश्वर എന്റെ ശുശ്രൂഷയുടെ മേഖലകളിൽ परमेश्वर में सेवका की मंडल में അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ अभिषेक से भरे ചിലർ വിടുവിക്കപ്പെട്ടു कुछ लोग छुटकारा ചിലർ पाए സ്വതന്ത്രരായി कुछ लोग स्वतंत्र हुआ നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിലരുടെ മേൽ ഇറങ്ങി വരികയാ जो नष्ट हुआ पवित्र आत्मा का अभिषेक कुछ लोगों पे उतर आ रहा है കുറഞ്ഞുപോയ എണ്ണ जो कम हुआ थे കുറഞ്ഞുപോയ എണ്ണ जो कम हुआ थे ചിലരുടെ മേൽ കവിഞ്ഞൊഴുകിയ वो उमड़ने वाला है ഞാൻ ആത്മാവിൽ കാണുന്നു मैं आत्मा में देख रहा हूँ ചിലരുടെ ജീവിതത്തിൽ എണ്ണ കുറഞ്ഞുപോയി कुछ लोगों के जीवन में तेल कम हुआ അത് വർദ്ധിച്ചു വരികയാ वो बढ़ के आ रहे അഭിഷേകം വർദ്ധിക്കുകയാ अभिषेक बढ़ रहे ചിലരുടെ ജീവിതത്തിൽ कुछ लोगों के जीवन വീഞ്ഞു में കുറഞ്ഞുപോയി कि दाकरस അത് कम हुआ വർദ്ധിക്കുക വർദ്ധിക്കുക वो बढ़ വർദ്ധിക്കുക रहा, बढ़ रहा, बढ़ रहा। പ്രാപിച്ചോ പ്രാപിച്ചോ वो प्राप्त करो, പ്രാപിച്ചോ उसे प्राप्त പ്രാപിച്ചോ करो, उसे प्राप्त പ്രാപിച്ചോ करो। अभिषेक अभिषेक वापस आने दीजिए प्रभु जी अभिषेक वापस आने दीजिए पवित्र आत्मा का अभिषेक पवित्र आत्मा का अभिषेक വീഞ്ഞു വർദ്ധിക്കട്ടെ വീഞ്ഞു വർദ്ധിക്കട്ടെ വീഞ്ഞു വർദ്ധിക്കട്ടെ വീഞ്ഞു വർദ്ധിക്കട്ടെ ലത്തെ
നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ജനത്തിന്മേൽ यीशु के नाम से प्रार्थना करो। उस तेल को अभिषेक को बढ़ा दीजिए यीशु नासरी के नाम में यीशु नासरी के नाम फायर फायर इन द नेम എന്റെ ദൈവം ഈ താതൻ എന്റെ താതൻ तू बदल दे मेरे मन को तेरी आशीष इस जीवन को तू बदल दे मेरे मन को तेरी आशीष इस जीवन को तेरी करुणा हम पर बरसे करते हैं प्रार्थना तुझसे तेरी महिमा से तेरी सामर्थ्य से फिर से तू अभिषेक कर दे तेरी महिमा से तेरी सामर्थ्य से फिर से तू अभिषेक कर दे आ पवित्र आत्मा आ पवित्र आत्मा आ पवित्र आत्मा आ पवित्र आत्मा राशि हादेरा भाषा कार्य तेरे बाबा सोरिया भाषा कार्य रानी हर कार्य सत्यारा बाबा सोरिया भाषा केरिया बाबा मारिया सितेरे उस पवित्र आत्मा की आग बहने दे उस हवा को छू ले हर एक दिल को बहने दे उस हवा को छू ले हर एक दिल को बहने दे उस हवा को छू ले हर एक दिल को तेरी महिमा हम पर बरसे करते हैं प्रार्थना तुझसे तेरी महिमा से तेरी सामर्थ्य से फिर से हम हर एक के ऊपर तेरी आत्मा की अभिषेक का बरसा दे परमेश्वर तेरी महिमा से तेरी सामर्थ्य से हमारी आशा हमारा सत्य सोरिया वाला शेरे आ पवित्र आत्मा आ पवित्र आत्मा रास्काले रे मासिया रे मारा शोरिया लादारिया स्कामेरिया नोरोसिया काला शेरे आ पवित्र आत्मा तू छूले बाबा शातारा मासिया रे
आत्मा, ना तो बल से ना शक्ति से, पर तेरी आत्मा के द्वारा। ना तो बल से ना शक्ति से, पर तेरी आत्मा के द्वारा। ये पहाड़ ढल जाएगा, ये पहाड़ ढल जाएगा, ये पहाड़ ढल जाएगा, तेरी आत्मा के द्वारा। ये शहर बदल जाएगा, ये शहर बदल जाएगा, ये शहर बदल जाएगा, तेरी आत्मा के द्वारा। ये पहाड़ ढल जाएगा। शादेलिया बाबा बाबा सिखारे रे, ओस्मानिया बाबा रासाना बाबा शिखारे आदा सारे बारे रे, बाबा सानिया बाबा सोकोरिया बाबा साना। तेरी आत्मा के द्वारा। ओ ये पहाड़ आज हमारे जीवन में, हर एक पहाड़ जिसके ऊपर शैतान ने अपना हाथ जमाने की कोशिश की है, उस सारे पहाड़ों के ऊपर यीशु मसीह के प्रभुत्व को अधिकार के साथ घोषणा करते हुए यीशु के नाम से उस सारे पहाड़ को हटाए। ये पहाड़ ढल जाएगा, ये पहाड़ ढल जाएगा, ये पहाड़ ढल जाएगा, तेरी आत्मा के द्वारा। तू है जीवन का जल, सोता जो ना सूखे, शांति दाता सलाम का कर पूरा कब्जा। तू है जीवन का जल, सोता जो ना सूखे, नसरिया बशखरे जीवन का जल, तू है जीवन का जल। सदिया रे लमासरिया शखला वाला लमासिया रे, आरमारिया संदेले रे माशो थोरिया वा श्याम सदिया वाला बसे करे रे, और बसंदिया शखला वाला संदेले। तू है जीवन का जल, सोता जो ना सूखे, हमारे से थारिया बाबा ला शांति आस्केरिया बाबा बाबा से थारे गांधे क्या साथे रे शांता बाबा। ओ कभी ना छोड़ेगा, कभी ना त्यागेगा, छोड़ेगा, कभी ना त्यागेगा। सीने से लगाएगा, सीने से लगाएगा, आंसू सब पहुंचेगा। सीने से लगाएगा, आंसुओं को पहुंचेगा, पहुंचेगा। सीने से लगाएगा, यस लॉर्ड, पहुंचेगा। जैसे माता संभालती है, वैसे यीशु संभालेगा। जैसे मेरा माता, जैसे माता
the name of Jesus. Break every chain, 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 break every chain. There is power in the name of Jesus. There is power in the name of Jesus. There is power in the name of Jesus. There is power, there is power in the name of Jesus. Break every chain, break every chain, break every chain. Break every chain, break every chain, break every chain. You're gonna break every chain, break every chain, break every chain. That's Sunday night. Break every chain. There is power in the name of Jesus. There is power in the name of Jesus. There is power in the name of Jesus. Name of Jesus. To break every chain, break every chain, break every chain. To break every chain, break every chain, break every chain. The shackles are fallen. The bondages are broken. You're free right now. Hallelujah. सारे बंधन सारे जंजीरें टूट के अभी तुम स्वतंत्र हो You're free. अभी अब आजाद हो യേശു ആ സ്ത്രീയോട് പറഞ്ഞു, यीशु ने स्त्री से कहा നീ ഇപ്പോൾ സ്വതന്ത്രയാണ്. तू अभी स्वतंत्र है Thou art free. Hallelujah. तू अभी स्वतंत्र है നീ ലൂസായി കഴിഞ്ഞു. तू स्वतंत्र हुआ ചങ്ങലകൾ അഴിഞ്ഞു. तेरे सारे ഈ जंजीरें टूट गए സമാധാനത്തോടെ പോ. यस ഇന്ന് പകൽക്കാലം ചിലരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വതന്ത്രമായി കഴിഞ്ഞു. Hallelujah. आज से तुम तुम्हारे बंधनों को खुल के स्वतंत्र हो गए स्वतंत्र ചിലരുടെ ആകാശത്തെ കർത്താവ് തൊട്ടു. कुछ लोगों के आकाश को परमेश्वर ने छुआ ഭൂമിയിൽ അതിന്റെ റിസൾട്ട് കാണാൻ പോകുക. पृथ्वी उसका उत्तर देखने वाला है ധാന്യക്കൊട്ടെ കാണാൻ പോകുക. वो धान्य में देखने वाला है വീഞ്ഞിൽ കാണാൻ പോകുക. वो तेल में देखने वाला है എണ്ണയിൽ കാണാൻ वो പോകുക. तेल में देखेंगे ആമീൻ പറഞ്ഞ് സ്വീകരിച്ച आमीन बोल के स्वीकार എനിക്ക് करें വർഷിപ്പ് നിർത്താൻ തോന്നുന്നില്ല. आज आराधना बंद करने मन नहीं Such कर a रहे great move is happening here. बहुत बड़ा परमेश्वर सानिध्य है यहाँ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. बड़ा परमेश्वर कार्य प्रकट हो रहे हैं ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. एक साथ हम प्रार्थना എല്ലാ करेंगे കരങ്ങൾ ദൈവശുദ്ധിയിൽ ഇരട്ടെ. हर एक जब हाथों को परमेश्वर उठाओ കർത്താവേ ഞങ്ങളെ വിശ്വസ്തരാക്കണം. परमेश्वर हमें आमेन हालेलुया हमें मेक अस फेथफुल ഈ फादर വചനം ഞങ്ങൾ ഏറ്റെടുത്തു. ये वचन हम स्वीकार करते മറന്നു हैं പോകാതെ ഇതിന്റെ ജയത്തോട് ജീവിപ്പാൻ സഹായിക്കും. ये बिना बोले इसमें जय के साथ जीने में അങ്ങനെ सहायता कर സംഭവിച്ചിരിക്കൽ സ്തോത്രം. ऐसा हुआ इसके धन्यवाद यीशु देते के हैं नाम पर। यीशु के नाम से Amen, आमेन amen, आमेन amen. Please be seated. कृपया बैठ जाइए Amen. 4 minutes.